മുട്ടിന്മേൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കൊണ്ടുവരുന്ന ചില വാക്കുകൾക്ക് ഭയങ്കര ആഴമുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യേശു ക്രിസ്തുവിൻ്റെ വചനം എവിടെ പ്രസംഗിക്കുന്നു അവിടെ പാപികൾ മാനസാന്തരപ്പെടും. അത് ബൈബിളിൽ കർത്താവ് വച്ചിരിക്കുന്നതാണ്. 2, ദൈവവചനം എവിടെ പ്രസംഗിക്കപ്പെടുന്ന നമ്മുടെ രോഗികൾ സൗഖ്യമാകും. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിയിൽ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മുൻപോട്ട് വരണ്ട. നിങ്ങളെ ഞാൻ ഒന്നും പറയില്ല, നിങ്ങൾ ആശുപത്രി കൊടുത്തോളൂ, ഒരു വിരോധവുമില്ല. എന്താ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പലവട്ടം ഞാൻ പോയിട്ടുണ്ട്. ചില ആൾക്കാരൊന്നും രോഗശാന്തിയിലൊന്നും വിശ്വസിക്കുന്നു പോലുമില്ല, പെന്തക്കോസ്തിലുള്ളവർ തന്നെ. കാരണം അവർക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ട്. കാരണം ഏത് രോഗം വന്നാലും പൈസ കൊടുക്കാതെ ചികിത്സിക്കുന്ന സംവിധാനം അമേരിക്കയിൽ ഉണ്ട്. അപ്പോൾ അവർക്ക് രോഗശാന്തി ഒന്നും വിഷയമല്ല. വേദന വരുമ്പോൾ അഡ്മിറ്റ് ആകുക, നല്ല ശാപ്പാടും. നമ്മൾ ഹൈ റേഞ്ചിലുള്ളവർ കൂലിപ്പണി ചെയ്യുന്നവരാണ്. നിങ്ങൾക്കുണ്ടോ 1,00,000 10,000 കൊടുക്കാൻ? സൗജന്യമായിട്ട് കർത്താവ് ഒന്ന് തൊട്ടാൽ പോരെ, യേശു ഒന്ന് തൊട്ടാൽ പോരെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പാ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പാദത്തിലൊന്ന് വന്നിക്കണം. എൻ്റെ പേര് കെ എബ്രഹാം എന്നാണ്. പക്ഷെ എനിക്കെപ്പോഴും സങ്കടം വരുന്ന ഒരു കാര്യം, ഒരു വെളിപ്പാട് ദൈവം എനിക്ക് തന്നു. അതെന്താണെന്നറിയാമോ? ഞാനൊരിടത്ത് പ്രസംഗിക്കാൻ പോകേണ്ടത് യേശുവിന് പകരമാണ്. എന്നെ ഒരാൾ ഫോൺ വിളിച്ചിട്ട്, ഞാൻ ചേർത്തേക്ക് ആൾക്കാരെന്നെ ഫോൺ വിളിക്കുമ്പം ഓക്കെ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. പക്ഷെ ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പം ഉപവാസം ഇരിക്കുക. അപ്പം ദൈവം പറഞ്ഞു, നീ എന്താ അവരോട് പറഞ്ഞേ? അവർ ഐസിയുവിൽ കിടന്നുകൊണ്ടാണ് വിളിച്ചേ. നീ യേശുവിന് പകരമാ. ഞാൻ യേശുവിന് പകരമെന്ന് പറയുമ്പോൾ യേശു നിൽക്കേണ്ടിടത്താണ് ഞാൻ നിൽക്കുന്നത്. എത്ര ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എനിക്ക്. നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് എൻ്റെ അടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറയുന്നേ? അമ്മേൻ, ആ മോൾക്ക് മക്കളില്ല, ആയിരിക്കുന്ന മോക്ക് ഈ സിസ്റ്ററിൻ്റെ പുറകെ ഇരിക്കുന്ന കൈ പൊക്കി കാണിച്ച്. പക്ഷെ അവൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുക്കും. അവൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുക്കും. ഞാനിതെങ്ങനെ പറയും? ഞാനിതെങ്ങനെ പറയുക? ഞാൻ യേശുവിന് പകരമാണ് നിൽക്കുന്നത്. അവളോട് യേശുവാ സംസാരിക്കുന്നേ, മനുഷ്യനല്ല. ഈ ബോധ്യം നമുക്ക് ദൈവദാസന്മാർക്ക് എന്ന് വരുന്നോ അന്ന് നമ്മുടെ ദേശം ഇളകും. അല്ലാതെ ദേശം പോയിട്ട് നമ്മൾ പോലും ഇളകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ബോധ്യം നമുക്ക് വേണം. അമേൻ, അമേൻ. കിട്ടുന്നത് കഴിച്ച് സ്തോത്രകാശ ദശാംശം മേടിച്ച് 50-60 പേര് സഭയ്ക്കകത്തുണ്ട്. പോതും പാസ്റ്റർ, എതുക്ക് ഇന്ത ചുമ്മാ പ്രശ്നങ്ങളല്ല. അമേൻ. കാകളൊന്നും എനിക്ക് പോയാൽ പോട്ട് വന്നാൽ വരട്ടെ. ഇതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. അമേൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ സീരിയസാണ്. അമേൻ. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയുന്നു, വേദനിച്ചാണ് വന്നിരിക്കുന്നത്. തമ്പുരാൻ നിന്നെ തൊടും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ യേശു തരും, എൻ്റെ യേശു തരും. പക്ഷെ കർത്താവിൻ്റെ അടുക്കൽ നീ വരണം. ഇപ്പോൾ മുതലേ നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവപ്രവൃത്തി വെളിപ്പെടും. ദേശത്ത് പോരുണ്ട്. ഈ ഡേവിഡ് പാസ്റ്ററുടെ ചർച്ചിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രസംഗിക്കാനായിട്ട് ചെന്ന ഒരു സമയത്ത്, ഒത്തിരി വർഷമായി, സാധ്യത ഗോസ്പൽ മിനിസ്ട്രീസ് ഒക്കെ ഉണ്ട്. രാത്രിയിൽ ഒരു 5-6 ഭൂതം ഇളകി. പാസ്റ്റർ ഓർക്കുന്നുണ്ട്. ഒരു ഭൂതം 12:30-1 മണിയായിട്ടും പോയില്ല. ഞാനും പാസ്റ്ററും മാത്രം. ബാക്കി എല്ലാവരും ചോറുണ്ണാൻ പോയി. കുറേ കഴിഞ്ഞ് ഡേവിഡ് പാസ്റ്ററും ഞാനും മാത്രം. ഭൂതം നിൽക്കുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ് ഭൂതം. ഒരു പെണ്ണ്, അവൾ ഞങ്ങളോട് ചോദിക്കുക, പാസ്റ്റർ പോകുന്നില്ലേ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. ഭൂതം ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പോകുന്നില്ലെന്ന്. നിങ്ങൾ ഓർക്കണം, എനിക്ക് ആ ഭൂതത്തെ ശാസിച്ച് അവൾക്ക് സൗഖ്യം കൊടുക്കാതെ പിറ്റേ ദിവസം അവിടെ പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഒരു വെളിപ്പാട് തരണം. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. അവൾ പറയും എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറഞ്ഞു, ചെമ്മണ്ണാറ് ക്ഷേത്രത്തിൽ, പാസ്റ്റർ ഓർക്കുന്നോ, ജയദേവൻ എന്ന് പറയുന്ന പൂജാരി ഈ കൺവെൻഷനെതിരായിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കണം, ഭൂതം പറഞ്ഞ കാര്യമാണ് പറഞ്ഞേ. ഈ ഏലപ്പാറയിൽ ഭൂതം പറഞ്ഞതാണ് പറഞ്ഞത്. ചെമ്മണ്ണാറ് ക്ഷേത്രത്തിൽ ഏലപ്പാറയിലെ കൺവെൻഷനെ തകർക്കാൻ ജയദേവൻ എന്ന് പറയുന്നൊരു പൂജാരി
മുട്ട നിൽക്കുന്നത്. അവനെ നിങ്ങൾ ശാസിക്കുക, എന്നെ വിടാൻ. അതെങ്ങനെ ഉണ്ട്? ഇതൊക്കെ ചുമ്മാ പറയുന്നല്ലേ. ഡേവിഡ് പാസ്റ്റർ ഇരിക്കുന്ന കണ്ടെന്ന് ഞാൻ ഓർത്തത്. പാസ്റ്റർ മറക്കത്തില്ല, പാസ്റ്റർ ആയുസ് മറക്കത്തില്ല. അടുത്ത നിമിഷം ജയദേവനെ ശാസിച്ച് ഞങ്ങൾ ആട്ടപ്പടല ജയദേവൻ വീണു. അവളുടെ ശരീരത്തെ ഭൂതം വിട്ടുപോയി. ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞ സാധാരണ കാര്യമല്ല. ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഒറ്റക്കെട്ടായിട്ട് നില്ല. അന്ധകാരങ്ങളെ അവൻ കാത്തിച്ചു കളയുന്ന അന്ധകാര ശക്തിയുടെ ഹെഡ് ഓഫീസിന് ബോംബ് വെക്കുന്ന കൺവെൻഷൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. പ്രസംഗങ്ങൾ പല സൈസ് പ്രസംഗങ്ങളുണ്ട്, പല തരം. സുവിശേഷ പ്രസംഗത്തിൽ തന്നെ എൻ്റെ പഠനത്തിൽ ഒരു 8 തരം പ്രസംഗമുണ്ട്. ഒന്ന്, പ്രസംഗകൻ ശാന്തനായിട്ട് പ്രസംഗിക്കുന്നു, ജനം മുഴുവൻ ശാന്തമായിട്ടിരുന്ന് കേട്ടിട്ട് പോകുന്നു. ഇത് ടൈപ്പ് നമ്പർ 1. രണ്ടാമത്തത്, പ്രസംഗകൻ തകർത്തുവാരി പ്രസംഗിക്കുന്നു, തുള്ളിച്ചാടി പ്രസംഗിക്കുന്നു, ജനം ശാന്തമായിട്ടിരുന്ന് കേട്ടിട്ട് പോകുന്നു. ഇത് ടൈപ്പ് നമ്പർ 2. മൂന്നാമത്തത്, പാസ്റ്റർ സ്റ്റേജിൽ കിടന്ന് തുള്ളുന്നു, ചാടുന്നു, ജനവും കിടന്ന് ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു, അവസാനം രണ്ടുപേരും തുള്ളൽ നിർത്തിപ്പോകുന്നു. ഇത് ടൈപ്പ് നമ്പർ 3. നാലാമത്തത്, ജനം മുഴുവൻ ആത്മാവിൽ ആരാധിക്കുന്നു, പക്ഷെ പ്രസംഗകൻ ശാന്തമായി പ്രസംഗിക്കുന്നു. ടൈപ്പ് നമ്പർ 4. ടൈപ്പ് നമ്പർ 5, പ്രസംഗം കേട്ടിട്ട് ജനം മുഴുവൻ സന്തോഷത്തോടെ പോകുന്നു. അവർ പോകുന്ന വഴി പറയുന്നു, എന്നാ പ്രസംഗം, എന്നാ പ്രസംഗം, നിനക്കെന്നാ സംഭവിച്ചു? എനിക്കൊന്നും സംഭവിച്ചില്ല. ടൈപ്പ് നമ്പർ 5, ഭയങ്കര പ്രസംഗമായിരുന്നു, പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. ആമേൻ. ടൈപ്പ് നമ്പർ 6, ആറാമത്തെ പ്രസംഗം. അപ്പ എന്നാന്നേലും ശരി, ആ പ്രസംഗത്തിന് എന്നാ അറിവ്, എന്നാ ഭാഷ, ഫസ്റ്റ്, ഓ എന്നാ ജ്ഞാനം. അതുകൊണ്ട് നിനക്കെന്ത് ഗുണമുണ്ടായി? ഒന്നും ഉണ്ടായില്ല. എഴുതിയെടുക്കാൻ കുറേ ഉണ്ടായിരുന്നു. 3-4 A4 പേപ്പർ നിറച്ച് എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ടൈപ്പ് നമ്പർ 7. പോകുന്ന വഴിക്ക് ആൾക്കാർ പറയുന്നു, പ്രസംഗം സബ്ജക്റ്റ് ഒന്നും നോക്കിയില്ല, പക്ഷെ പ്രസംഗം ആള് സൂപ്പർ, എന്നാ സ്മാർട്ട്, പുള്ളിയുടെ വേഷം, സഫാരി. ആമേ, ആ സഫാരിക്കൊക്കെ നല്ല വില കാണും അല്ലേ? സുവിശേഷ പ്രസംഗം കേൾക്കാൻ വന്ന പാട്ട് പാടാനൊരു 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്നാ കീബോർഡ്, 2 കീബോർഡിന് ചേർത്ത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും വില വരും അല്ലേ? പിന്നെ ഒരു സിസ്റ്റർ, എന്നാ കിളി പോലത്തെ ശബ്ദം. ഇങ്ങനെ വന്നവരുടെ എല്ലാം കിറിയയിലും നോക്കി, മുഖത്തേലും നോക്കി, ഡ്രസ്സേലും നോക്കിയിട്ട് പോയി. ടൈപ്പ് നമ്പർ 7. ടൈപ്പ് നമ്പർ 8, അവർക്ക് പ്രസംഗകനെ അവർ നോക്കിയില്ല. എന്ന് പറഞ്ഞാൽ പ്രസംഗനെ ശ്രദ്ധിച്ചില്ലെന്നല്ല, അതവരുടെ വിഷയമല്ല. 2, ആളെത്ര കൂടിയില്ലെന്നുള്ളതല്ല. ആരാധിക്കാൻ വന്ന കീബോർഡും പാട്ടുകാരൊന്നും അല്ല വിഷയം. എന്തു പ്രസംഗിച്ചോ അത് ചെയ്യാൻ ജനം തീരുമാനിച്ചു. എന്തു പറഞ്ഞോ അതനുസരിക്കാൻ ജനം തീരുമാനിക്കുന്നു. അത് പരിശുദ്ധാത്മാവിലുള്ള ഒരു തീരുമാനമാണ്. ഇതുവരെ കേട്ട 7 ടൈപ്പിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം 8ാമത് ഞാൻ പറഞ്ഞതാ. പ്രസംഗകന്റെ തിയോളജി അല്ല, അവന്റെ ഡിഗ്രി അല്ല, പാട്ടിന്റെ മഹത്വമല്ല, സ്റ്റേജിന്റെ പ്രത്യേകതയല്ല. പകരം ഇവിടെ എന്ത് പ്രസംഗിച്ചോ അത് ചെയ്യാൻ, അത് അനുസരിക്കാൻ, അതുപോലെ ആകാൻ. ഓ, ഈ ഗ്രൗണ്ട് മുഴുവൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ, ഹല്ലേലൂയ. ശക്തിയോടെ അങ്ങ് പുറകറ്റം വരെ ഇരിക്കുന്നവർക്ക് ഈ മെസ്സേജ് നല്ലപോലെ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം
പ്രാപിക്കാതെ നിങ്ങൾ ശുശ്രൂഷയ്ക്കിറങ്ങരുത് എന്ന് യേശു പറഞ്ഞു. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെ. ഇന്ന് പകല് പലരും വന്നില്ലല്ലോ. എൻ്റെ പ്രസംഗത്തിൻ്റെ കുറിവാക്യം, താക്കോൽ വാക്യം, ആമേൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ മാറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കലൊരു പള്ളിയിൽ പുതിയതായിട്ടൊരച്ഛൻ വന്ന ആദ്യത്തെ ഞായറാഴ്ച അദ്ദേഹം പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പ്രസംഗിച്ചു. തുടർന്ന് 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ്, യോഹന്നാൻ സ്നാപകൻ ഒക്കെ ആ പള്ളിയിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. കാരണം ആ പള്ളിയിൽ വന്നിട്ടുള്ളതിൽ വെച്ച് സൂപ്പർ അച്ഛൻ, സൂപ്പർ പ്രസംഗം. അവർ പറഞ്ഞ്, കമ്മിറ്റിക്കാർ അന്ന് തന്നെ പറഞ്ഞ്, അച്ഛന് ഒരു 2 ട്രിപ്പ് ഇരിക്കാം, ഒരു 6 വർഷം. സാധാരണ പള്ളിയിൽ എത്ര വർഷമാണ്? 3 വർഷമാണ്. ഒരു 6 വർഷം ഇരിക്കാനായിട്ട് നമുക്ക് ഏർപ്പാട് ചെയ്യണം. കാരണം ഇത് സൂപ്പർ. അടുത്ത ഞായറാഴ്ച ആമേൻ. അച്ഛൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗത്തിൻ്റെ വാക്യം വായിച്ചു, യോഹന്നാൻ 3. അന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു, ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുന്നു അച്ഛന്. കാരണം കഴിഞ്ഞ ആഴ്ച എന്ത് പ്രസംഗിച്ചേ? യോഹന്നാൻ 3 തന്നെ, അതും വെള്ളത്തിനാലും ആത്മാവിനാലും. സാരമില്ല, പ്രായമുള്ള ആളാണ്, ഓർമ്മയുടെ പ്രശ്നമായിരിക്കും. 3-ാമത്തെ ആഴ്ച അച്ഛൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗത്തിൻ്റെ വാക്യം പറഞ്ഞു, യോഹന്നാൻ 3. ആൾക്കാർ പറഞ്ഞു, ഓർമ്മക്കുറവല്ല, വേറെ എന്തോ പ്രശ്നം. അപ്പം നമുക്ക് 2 ട്രിപ്പിന് ഇരുത്തണ്ട, ഈ ട്രിപ്പിന് തന്നെ പോട്ട്. കമ്മിറ്റിക്കാർ തീരുമാനമൊക്കെ മാറ്റി, നമുക്ക് നോക്കാം, ഒരാഴ്ചയോടെ നോക്കാമെന്ന് തീരുമാനിച്ചു. 4-ാമത്തെ ആഴ്ച ആ ഇടവകയിൽ നടക്കാൻ പ്രായമുള്ളവർ, എടുക്കാൻ പറ്റുന്നവർ മുഴുവൻ വന്നിട്ടുണ്ട്. കാരണം സഭ മൊത്തം അറിഞ്ഞ് അച്ഛൻ തുടർച്ചയായിട്ട് 3 ആഴ്ചയും ഒരു വാക്യം തന്നെയാണ് പ്രസംഗിക്കുന്നതെന്ന് നാട് മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ആ പള്ളിയിൽ ഇല്ലാത്തവരും വന്നിട്ടുണ്ട്. കാരണം സംഭവം എന്താണെന്നറിയാൻ വേണ്ടി. 4-ാമത്തെ ആഴ്ച ആമേൻ, വിസ്മയത്തിൻ്റെ വിരൽത്തുമ്പിൽ, ഇപ്പം നിങ്ങളിരിക്കുന്ന പോലെ. അപ്പോൾ ആ പള്ളി എന്തായിരുന്നായിരിക്കും നിങ്ങൾ ആരും ചോദിക്കുക. നിങ്ങൾക്ക് ഇതെന്താണെന്നറിയാൻ ഇത്രയും ആഗ്രഹമുണ്ടെങ്കിൽ ആ പള്ളിയിലെ കാര്യം ഒന്ന് ചിന്തിക്കുക. അച്ഛൻ ബൈബിൾ നിർത്തും. നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ വാക്യം വായിക്കാം. ആ രംഗം ഒന്ന് ആലോചിച്ച്, 1 മിനിറ്റ് കഴിഞ്ഞേ വായിക്കുന്നുള്ളൂ, ഒന്നും മാറ്റമില്ല. അച്ഛൻ വായിച്ചു യോഹന്നാൻ 3-ാം അധ്യായം. കമ്മിറ്റിക്കാർ ചാടി എഴുന്നേറ്റ്, അച്ഛാ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ക്ഷമിച്ചു, കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ക്ഷമിച്ചു, അതിൻ്റെ തലേ ആഴ്ചയും ക്ഷമിച്ചു, വന്ന ആഴ്ചയും ക്ഷമിച്ചു, ഇത് 4-ാമത്തെ ആഴ്ച. അച്ഛന് യോഹന്നാൻ്റെ 3 തന്നെ പ്രസംഗിക്കുന്നേ. അപ്പം അച്ഛൻ ചോദിച്ചു, നീ 4 ആഴ്ചയായിട്ട് പാട്ട് മാറ്റിയിട്ടുണ്ടോ? നീ യേശുവോട് ചേർന്നിരിപ്പതേ തന്നെയല്ലേ പാടുന്നേ? നിങ്ങൾ അടുത്ത കൺവെൻഷൻ പോലെ തന്നെയല്ലേ പാടുന്നേ? നിങ്ങൾക്ക് മാത്രം പാട്ട് അത് തന്നെ പാടാൻ ഞങ്ങൾ പ്രസംഗം എന്തോ മാറ്റുന്നത് എന്തിനാ? ആമേൻ, ഹല്ലേലൂയ. പക്ഷെ അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു, അത് സാധാരണ കാര്യമാണല്ലോ. എന്നാൽ എൻ്റെ വിഷയം ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് ഇവിടെ വന്ന ആഴ്ച പറഞ്ഞു, വെള്ളത്തിനാൽ ആത്മാവിലാലും ജനിച്ചവർ ദൈവരാജ്യം അങ്ങനെ അവകാശമാക്കിയവർ മുമ്പോട്ട് എത്ര പേരുണ്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ 1-ാമത്തെ ആഴ്ച പ്രസംഗിച്ചത് അനുസരിച്ചവർ എത്ര പേരുണ്ടെന്ന് മുമ്പോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു. ഒരാൾ പോലുമില്ല. ഇതനുസരിക്കാതെ ഇവിടുന്ന് പോകുന്നവരെ 3 കൊല്ലം ഞാൻ യോഹന്നാൻ 3 തന്നെ പ്രസംഗിക്കും. ആദ്യം നീ അനുസരിക്കും, എന്നിട്ട് 3 മാറ്റാം. അമ്മേ, അങ്ങനെയുള്ള പിടിവാശിയൊന്നും എനിക്കില്ല. എങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ ഇന്നലെ പ്രസംഗിച്ചതല്ല ഇന്ന് പകല് പ്രസംഗിച്ചത്, പക്ഷേ വാക്യം ഒന്ന് തന്നെയാണ്, സബ്ജക്റ്റ് ഒന്നാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ പറയാം, നിങ്ങൾ ആരും ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യും. എല്ലാവരും തുള്ളിച്ചാടണമെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിന്റെ ജീവിതം മാറും, നിന്റെ സ്വഭാവം മാറും, നിന്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറും, നിന്റെ വിദ്യാഭ്യാസ മണ്ഡലം മാറും, നിന്റെ വരുമാന മേഖലകൾ മാറും, നിന്റെ ജോലി മേഖലകൾ മാറും, നിന്റെ കൊടുക്കൽ വാങ്ങലുകൾ മാറും, നിന്റെ പാട്ടിൻ്റെ ശൈലി മാറും, നിന്റെ കയ്യടിയുടെ ശൈലി മാറും, നിന്റെ അഭിഷേകത്തിന്റെ ആരാധന മാറും, നിന്റെ അന്യഭാഷകൾ മാറും, നിന്റെ ശുശ്രൂഷകൾ മാറും, ദൈവദാസന്മാരെ പ്രസംഗം മാറും. നാളെ രാവിലെ നിങ്ങളുടെ സഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇതുവരെ പ്രസംഗിച്ച പോലെ അല്ല, അതിന് ഒരു മാറ്റം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അതുണ്ടാകണം. ഹല്ലേലൂയ, അതുണ്ടാകണം. ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു സെന്റൻസ് ആവർത്തിക്കാം. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കുന്നത് നിങ്ങളുടെ കയ്യിലെ മൊബൈലിൽ ഒന്ന് റെക്കോർഡ് ചെയ്യും. നിങ്ങൾ പറയുന്ന അന്യഭാഷ നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് 2-3 ആഴ്ച അങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്യും. ഒരക്ഷരത്തിനെങ്കിലും മാറ്റം ഉണ്ടോ നോക്ക്. ആമേൻ. ആമേൻ. എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തോട് അന്യഭാഷകൾ സംസാരിക്കുന്നത് ഒരു കാര്യം തന്നെയാണോ സംസാരിക്കുന്നത്? അല്ല, മാറി സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്യഭാഷ മാറിയില്ല? എന്തുകൊണ്ട് ആ ഭാഷ മാറിയില്ല? അതിന് മാറ്റം വരണം. ആമേൻ. നിങ്ങളുടെ ആരാധനയിൽ അഭിഷേകത്തിന്റെ വലിയ വ്യാപാരം ഉണ്ടാകുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു, അവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. അടുത്തിരിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിലും യൂട്യൂബിനകത്തൊക്കെ ചിലർ അന്യഭാഷ എടുത്തിട്ട് കളിയാക്കിയിട്ടുണ്ട്, ട്രോളന്മാർ. ആമേൻ. അവരോടൊന്നും പ്രതികരിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ ആരാധിക്കുന്നവർ പറയുന്ന അന്യഭാഷ എടുത്ത് യൂട്യൂബിനകത്തിട്ട് കളിയാക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ പറയുന്ന അന്യഭാഷ മനസ്സിലാകാത്തതുകൊണ്ടാണ് നീ കളിയാക്കുന്നത്. പക്ഷെ നിന്റെ വീട്ടിൽ നിന്റെ അപ്പനും അമ്മയും നീയും കൂടെ പറയുന്ന മലയാളം എടുത്ത് യൂട്യൂബിലിട്ടാൽ നീ ആത്മഹത്യ ചെയ്യും. ആ സൈസാ നിന്റെ വീട്ടിൽ നടക്കുന്നത്. അത് നീ എടുത്ത് യൂട്യൂബിൽ ഇടരുത്. സമയം കിട്ടും അന്യഭാഷ കിട്ടും. നിന്റെ വീട്ടിൽ നീ മാതൃഭാഷ പറയുന്നത് എടുത്തിടരുത്. അത് കേട്ടാൽ ജനം ചിലപ്പോൾ കേൾക്കുന്നവർ പോലും ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം അത്രയ്ക്ക് ആമേൻ കൃപയില്ലാത്തത് കൊണ്ടാണ് നീ അന്യഭാഷ എടുത്ത് ഇങ്ങനെ ഇട്ടേ. അതുകൊണ്ട് ഇത് ഇടുന്നവരുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. ഞങ്ങൾക്കറിയാം ഇത് ഇടുന്നവരാരാണ്, അവരുടെ ഭവനം എന്താണ്, അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. സ്തോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കാത്ത. ഹല്ലേലൂയ. ചന്ദനക്കൊള്ളക്കാരൻ വീരപ്പൻ്റെ വീടിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തരണോ? വേണോ? പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും പറയുമോ? ചന്ദനക്കൊള്ളക്കാരൻ, അവൻ കൊള്ളക്കാരനാണെങ്കിലും അവൻ്റെ വീട് നല്ല സമാധാനമാണ്. അവൻ ചന്ദനക്കൊള്ളക്കാരനാണെങ്കിൽ അവൻ്റെ വീടിനെ കുറിച്ച് ഞങ്ങൾക്കാരും പറഞ്ഞ് തരണ്ട. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെയും അന്യഭാഷയെയും ആരാധനയെയും അവൻ പരിഹസിച്ച് ഇട്ട് വൈറലാക്കി അതിൻ്റെ പൈസ മേടിച്ച് തിന്നുമ്പം ആമേൻ അവരെക്കുറിച്ച് ഞങ്ങൾക്കാരും പറഞ്ഞു തരണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ബൈബിൾ ഒരു വാക്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നത് ദൈവം ക്ഷമിക്കത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? 39 അത്ഭുതങ്ങൾ യേശുക്രിസ്തു ചെയ്യുമ്പോൾ കൂടെ നിന്നവരല്ലേ ശിഷ്യന്മാർ? 3.5 കൊല്ലം. ആമേൻ. പക്ഷെ എല്ലാം കണ്ടു കേട്ട്. ആമേൻ. ലാസർ ഉയർക്കുന്നവർ കണ്ടു, പച്ചവെള്ളം വീഞ്ഞാങ്ങുന്നവർ കണ്ടു, കുരുടന് കാഴ്ച പ്രാപിക്കുന്നവർ കണ്ടു, മുടന്ന് നടക്കുന്നവർ കണ്ടു, 18 വർഷം കൂനിയായ സ്ത്രീ എഴുന്നേൽക്കുന്നത് കണ്ടു. ഇതെല്ലാം യേശു ചെയ്യുന്നത് കൂടെ നിന്ന് കണ്ട ശിഷ്യന്മാരോട് പറഞ്ഞു, ഉയരത്തിലെ ശക്തി ധരിക്കുന്നത് വരെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. ഞാൻ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരോടും, നിങ്ങൾ മാത്രമല്ല, ആയിരങ്ങൾ ഇത് പിന്നീട് കേൾക്കുന്നുണ്ട്. എല്ലാവരോടും പറയാ, അഭിഷേകമില്ലാത്ത ശുശ്രൂഷ ആമേൻ അത് ഒരിക്കലും ജയിക്കുകയില്ല, അത് പരാജയമാ. അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ദാസിമാരുടെ ശുശ്രൂഷകൾ അത് വിജയിക്കും, അത് ദൈവം ഉയർത്തി മാനിക്കും. ആമേൻ. വൈ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞേ? ആമേൻ. ഉത്തരം,
വരാൻ പോകുന്ന വലിയ പ്രതികൂലം എൻ്റെ കർത്താവിന് അറിയാമായിരുന്നു. ആമേൻ. വലിയ പീഡനങ്ങൾ. ആമേൻ. കലികുള, വെസ്പേഷ്യൻ, ഡൊമീഷ്യൻ, നീറോ, ഡയോക്ലിറ്റസ് തുടങ്ങിയ 1-ാം നൂറ്റാണ്ടിലെ ക്രൂരന്മാരായ ഭരണാധിപന്മാർ ബൈബിളിനെതിരായി, ക്രിസ്ത്യാനിത്വത്തിനെതിരായി, ക്രിസ്തു മാർഗത്തിനെതിരായി എഴുന്നേൽക്കുമെന്നും അപ്പോസ്തലന്മാരെ മെഴുകി ശീല ചുറ്റി സ്ട്രീറ്റ് ലൈറ്റ് പോലെ നിർത്തി കത്തിക്കുകയും കൊളോസ്യത്തിൽ വിശക്കുന്ന സിംഹത്തിന്റെ വായ്ക്കകത്തിട്ട് കൊടുക്കുകയും ചത്ത ശവത്തിന്റെ കൂടെ ജീവനുള്ള അപ്പോസ്തലനെ പൊതിഞ്ഞുകെട്ടി കാട്ടിനകത്തിട്ട് ആ ചീഞ്ഞ ശവത്തിന്റെ വെള്ളം ഈ ജീവനുള്ളവന്റെ ദേഹത്ത് വീണ് അവൻ പതിയെ സാവധാനം അഴുകിച്ചാകുന്ന മരണങ്ങൾ ഉൾപ്പെടെ ദൈവദാസന്മാർക്ക് വരാൻ പോകുന്നുവെന്ന് അറിഞ്ഞ യേശു പറഞ്ഞു, ആ പ്രതികൂലത്തിൽ നീ നിൽക്കണമെങ്കിൽ, ആ പ്രതികൂലത്തിൽ നീ നിൽക്കണമെങ്കിൽ ഈ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങിയേ മതിയാകൂ. അഭിഷേകം കൈയടിച്ചു മാറ്റാനുള്ളതല്ല. വരാൻ പോകുന്ന പ്രതികൂലത്തില്, സാഹചര്യങ്ങളില് നിൽക്കാൻ വേണ്ടി ദൈവം തന്ന അഭിഷേകം അങ്ങ് പുറകറ്റം വരെ. ഞാൻ പറയുന്ന മലയാളം മനസ്സിലാകുന്നവർക്ക് എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട്? നിനക്ക് പ്രതികൂലത്തിൽ നിൽക്കണോ, പരീക്ഷയിൽ നിൽക്കണോ, എന്നാൽ അതിന് അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടിയേ തീരൂ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രതികൂലമെന്ന് എഴുതി വെച്ചാൽ പേടിക്കും. പ്രതികൂലം എന്താണെന്നറിയാമോ? പടാന്ന് പാം. ആരാ മൈക്ക് വെച്ച് വചനം ഒന്ന് വായിക്കുന്നേ? മൈക്ക് എടുത്ത് വചനം വായിക്കുന്നേ. എടുക്കുക. യോഹന്നാൻ സുവിശേഷം 8:13 എടുക്കുക, 8:19 എടുക്കുക, 8:25 എടുക്കുക. അറിയില്ല മൈക്ക്? ആമേൻ. ശക്തമായിട്ട് വായിക്കണം. സ്തോത്രം. ആമേൻ. 8:13. ആരെങ്കിലും സഹോദരന്മാരോട് എടുക്കണം കേട്ടോ. സൗര്യമാരെ തന്നെ ഏൽപ്പിക്കരുത്. അവർ വളരെ സ്ലോ ആയിട്ട് അങ്ങനെ വായിക്കരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 8:13 ആര് വായിക്കണം? യോഹന്നാൻ 8:13 വായിക്കണം, 8:19 വായിക്കണം, 8:25 വായിക്കണം, 8:41 വായിക്കണം, 8:48 വായിക്കണം. ആമേൻ. 8:13 വായിക്ക്. കണ്ടു, ഇതുവരെ 8:13 എടുത്തില്ല. ആദ്യ മൈക്ക് എവിടെ? മൈക്ക് ആവശ്യം വേറെ ഉണ്ട്. മൈക്ക് ആ മൈക്ക് ഇവിടെ വെക്ക് ഫസ്റ്റ്. ഒരു മൈക്ക് ഇവിടെ വെക്ക്. ആമേൻ. അവർ വായിക്കുന്നത് പോരാ എനിക്ക്. ആമേൻ. നമ്മൾ ബ്രദേഴ്സ് ആരെങ്കിലും നല്ല കിട്ടിലുമായിട്ട് ബൈബിൾ വായിക്കണം. ആമേൻ. സ്തോത്രം. നല്ല പോലെ ആമേൻ വാക്യങ്ങൾ വായിക്കണം. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരീശന്മാർ അവനോട്, യെസ്, വെരി ഗുഡ്, നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. എങ്ങനെ? നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. നീ നിന്നെ കുറിച്ച് തന്നെ, യേശുവിനോട് പറഞ്ഞു, പരീശന്മാർ പറഞ്ഞു, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. ആ സാക്ഷ്യം, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. ആമേൻ. പാസ്റ്റർ, ആമേൻ, ജോൺ മാർട്ടിൻ പാസ്റ്റർ ഈ സഭയിലെ ഒരു വിശ്വാസിയോട് നിന്റെ സാക്ഷ്യം സത്യമല്ലെന്ന് പറഞ്ഞാൽ അവൻ ഈ സഭ വരുമോ? വരത്തില്ല. ആമേൻ. യേശുവിനോട് പറഞ്ഞു, നിന്റെ സാക്ഷ്യം എന്തല്ല? സത്യമല്ല. യേശു അത് കേട്ടിട്ട് അയ്യോ സത്യമാണ് എന്നൊന്നും പറഞ്ഞ് അതിന് മറുപടി ഇടാൻ യേശു നിന്നില്ല. ഹല്ലേലൂയ. യേശു കടന്നുപോയ വഴികൾ കർത്താവ് പറയാ. എന്തുകൊണ്ട് യേശു ആ വഴികൾ കടന്നു പോയപ്പോൾ താൻ ധൈര്യത്തോടെ നിന്നെന്നറിയാമോ? ആത്മാവ് അവന്റെ മേൽ ഇറങ്ങിയത് കൊണ്ട്, അവൻ അഭിഷേകത്തിൽ നിറഞ്ഞതുകൊണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ നീ അതിജീവിക്കാനാണ് കർത്താവ് പറഞ്ഞത്. നിനക്ക് എന്തു വേണം? കമോൺ. ആമേൻ. 8:19. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു, മതി, ഇത്ര മതി, നീ എന്തിനാ ബാക്കി? നിന്റെ അപ്പൻ എന്ത് ചെയ്യുന്നു? ആമേൻ. പള്ളിക്കൂടത്തിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഒറ്റ വാക്ക് മതി സ്കൂളിൽ മൂട്ടാൻ അടി ഉണ്ടാകാൻ. ഞാൻ മേടിച്ചിട്ടുണ്ട് അടി. കാരണം എനിക്ക് തിരിച്ചതെല്ലാം പറ്റാത്തതുകൊണ്ട് അപ്പനെ വിളിച്ച ചോടുന്നതായിരുന്നു എൻ്റെ സ്വഭാവം. അമ്മരെ കൈ കിട്ടുമ്പോൾ പിന്നെ ഇടിക്കും എനിക്കിട്ട്. ഹല്ലേലൂയ. പീരുമേട്ടിലാണ് പഠിച്ച. പാമ്പനാറ് പീരുമേട്. 5, 6, 7 പാമ്പനാറ്, 8, 9, 10. അമ്മേൻ. സ്തോത്രം. ഞാൻ 9ാം ക്ലാസ്സിൽ പീരുമേട്ടി പഠിക്കുമ്പം എൻ്റെ സ്കൂളിൻ്റെ പടം പത്രത്തിൽ വന്നാൽ അറിയാമോ? SLCക്ക് എല്ലാവരും തോറ്റ സ്കൂൾ. അമേൻ. ഞാൻ SLC എഴുതിയ വർഷം 51 പേര് SLC എഴുതി, 47 പേര് തോറ്റുപോയി, 4 പേര് പാസ്സായി, അതിൽ ഒന്നായിരുന്നു ഞാൻ. അമേൻ. അന്ന് ജയിക്കാൻ 210 മാർക്ക് മതി. എനിക്ക് 213 ഉണ്ടായിരുന്നു. 3 മാർക്ക് കൂടുതലിട്ട സാറിനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ മഹാമനുഷ്യൻ്റെ ദയ. ഹല്ലേലൂയ. ഈ നാട്ടിലാണ് ഞാൻ പഠിച്ചത്. അമേൻ. 55ാം മൈലിൽ നിന്ന് പീരുമേട് 49, 6 മൈൽ എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ രാവിലെ നടക്കും.
അന്ന് 15 പൈസ മതി, ST ഇല്ല, കയ്യിലില്ല. വൈകിട്ട് നടക്കും 15 മൈൽ, 12 കിലോമീറ്റർ, അമേൻ, 8 കിലോമീറ്റർ, അങ്ങനെ 8 വിട്ടും 16 കിലോമീറ്റർ നടന്ന ഞാൻ പഠിച്ച. സ്തോത്രം, അമേൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഇവിടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞാനൊരു ഹൈ റേഞ്ചിൻ്റെ മകൻ എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സഹോദരനാണ്. സ്തോത്രം, ആമേൻ. ഈ നാട്ടിൽ നിന്ന് പോയി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇവിടേക്ക് തിരിച്ചു വരാനിടയായത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ കൈകൂപ്പി പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഇനിയും വേണം. ആമേൻ. എവിടെ പോയാലും ഹൈ റേഞ്ചിന് ഒരു അഭിമാനമായി യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ആമേൻ, കർത്താവ് ഇവിടെ നിന്ന് എന്നെ അയച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിനോട് ചോദിച്ചു, നിന്റെ അപ്പനാരാന്ന്? എൻ്റെ കർത്താവ് ഓച്ചാനിച്ച് നിന്ന് അവരോട് മറുപടി പറഞ്ഞില്ല. ആമേൻ. എൻ്റെ ചോദ്യം ശരിയാ, എൻ്റെ ചിന്ത ശരിയാ. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചോ പറഞ്ഞു കാണും, കേട്ടോ ജനം ചോദിച്ചത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവ് പറഞ്ഞു, നീ മറുപടി പറയണ്ട, ഞാൻ പറഞ്ഞോളാം. സ്നാനപ്പെട്ട യേശു വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്നു. ആമേൻ. ഇവിടെ 4 കോളാമ്പി തുറന്നാൽ 4 ബോക്സ് വെച്ചാൽ ഇവിടെ ഉള്ളവരിലേ കേൾക്കുള്ളൂ. ആമേൻ. തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് കോളാമ്പി താഴോട്ട് വെച്ചു. ആമേൻ. എന്നിട്ട് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആമേൻ. ഇത് ആരുടെ മകനാണ്? നീ പേടിക്കണ്ട, എൻ്റെ പുത്രനാ. ഇന്നാര് എൻ്റെ അപ്പനാന്ന് മകൻ പറയുന്നതിനേക്കാൾ അപ്പൻ എഴുന്നേറ്റ് നിന്ന് ഇതായിരിക്കുന്ന എൻ്റെ മോനാന്ന് പറയുന്ന നല്ലത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് കേട്ട ദൈവവചനം, ആമേൻ, നീ കടന്നു പോകുന്ന വഴികളിൽ നിന്നെ നിർത്തേണ്ടത്. ആമേൻ. എനിക്കിറങ്ങി വന്ന് തലയിൽ തൊട്ട് പ്രവചന ദൂത് പറയാൻ ഒരുപാട് പേരിപ്പുണ്ട്. നീ കേട്ടതാ ഇതുപോലുള്ള പഴികൾ, നീ കേട്ടു ഇതുപോലുള്ള പഴികൾ, നീ കേട്ടു ഇതുപോലുള്ള അപവാദങ്ങൾ, നീ കേട്ടു ഇതുപോലുള്ള പരിഹാസങ്ങൾ. എന്തുകൊണ്ട് ഇന്ന് നീ ബൈബിൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു കൊണ്ട്. അങ്ങനെ കേട്ടു ദൈവദാസന്മാർ, നിങ്ങൾ കേട്ടു അപവാദങ്ങൾ, നിങ്ങൾ കേട്ടു പരിഹാസങ്ങൾ. എന്നാൽ നമ്മൾ എന്തുകൊണ്ട് നിന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, എൻ്റെ മേൽ, എൻ്റെ മേൽ, എൻ്റെ മേൽ. തീർന്നില്ല. യോഹന്നാൻ 8:25 8:25. അവർ അവനോട്, നീ ആരാകുന്നു എന്ന് ചോദിച്ച യേശു, നിന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചോ, പോരാഞ്ഞിട്ട് നീ ആരാന്ന് ചോദിച്ചു. അമ്മേ, നിന്റെ സാക്ഷ്യം ശരിയല്ലെന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചു. ഇപ്പൊ ചോദിച്ചു നീ ആരാണ്? ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ ചെന്ന് ഇസ്രായേലിൽ ചെന്ന് ചോദിച്ചു യേശു ആരാന്ന്, മുട്ടുമടക്കി പറയും. ആമേൻ. ഒത്തിരി ചരിത്രമുണ്ട് അതിന്. ഹല്ലേലൂയ. യേശു കടന്നുപോയ വഴി. 8:41 വായിക്കേ. 8:41. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ. പരസംഗം എന്നൊന്നും പറഞ്ഞാൽ ഹൈ റേഞ്ചിലുള്ളവർക്ക് എത്ര അറിയുമെന്ന് എനിക്കറിയത്തില്ല. തമിഴ് ബൈബിൾ വായിക്കാൻ പാടില്ല. ആമേൻ. நாங்க வேശ്யாத்தனத்தில் பிறந்தவங்க அல்ல. എനിക്ക് ആ വാക്ക് പറഞ്ഞതിന് നിങ്ങൾ ക്ഷമിക്കണം. ആമേൻ. യേശുവിനോട് പറഞ്ഞതാ. നിങ്ങൾ പറ, ഇങ്ങനെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ, ഒരു അയൽപക്കത്തുള്ളവർ പറഞ്ഞാൽ വെട്ടു നടക്കുമുണ്ടായി. കർത്താവ് എന്തുകൊണ്ട് നിന്നു? ഓ, ആമേൻ. എന്തിനാ കർത്താവ് പറഞ്ഞത്? നിനക്ക് അഭിഷേകം വേണമെന്ന് പറഞ്ഞത്. ആമേൻ. ഇത് നിന്നെ നിർത്തും. ഓ, ഏത് പ്രതിസന്ധിയിലും നിന്നെ എന്ത് ചെയ്യും? നിർത്തും. ആമേൻ. നീ പതറിപ്പോകത്തില്ല. കർത്താവ് അതാ പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വേ. ഇത് ചെയ്യുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ഇത് നീ അനുഭവിക്കുമ്പോൾ, അതുവഴി കടന്നു പോകുമ്പോൾ, എൻ്റെ ഓർമ്മയ്ക്കായി, എൻ്റെ ഓർമ്മയ്ക്കായി, എൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ കടന്നുപോയ വഴി, ഞാൻ കടന്നുപോയ രീതികൾ, ഞാൻ കടന്ന പരീക്ഷകൾ, ഇതെല്ലാം വരുമ്പോൾ നീ ഓർത്തോ, അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. യേശു നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ആമേൻ, ആമേൻ. പോരാ, എന്നിട്ടും പറഞ്ഞു 8:48. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട്. അത് രണ്ടാമത്തെ. ആദ്യം ജാതി കൂട്ടി അടിച്ചു. ഈ പ്രശ്നം ഉണ്ടാകാൻ ഏറ്റവും ബെസ്റ്റ് എന്നാ അറിയോ? ജാതി കൂട്ടി അടിച്ചാൽ മതി. നീ ആരാന്ന് എനിക്കറിയാം. അവിടെ പോകട്ടെ.
എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ. അത് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ്. ആമേൻ. ആ ജാതി ഈ ജാതി എന്ന് പറഞ്ഞിട്ട് ജാതി കൂട്ടി അടിക്കുക. സൂപ്പർ അടിയല്ലേ ഉണ്ടാകുന്നത്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇവിടെ യേശുവിനെയും പരിശുദ്ധാത്മാവിനെ അന്യഭാഷയും കളിയാക്കി സിനിമ ഒക്കെ ഇറങ്ങിയിട്ട് ഒരു പ്രശ്നമില്ല. ഇതേ നാട്ടിൽ ഈയിടെ ഒരു സിനിമ ഇറങ്ങി. ഞാൻ സിനിമ ഒന്നും കണ്ടില്ല, പക്ഷെ ഞാൻ പത്രത്തിൽ വായിച്ചു. ജയ് ഭീം എന്നോ അങ്ങനെയാണ് ആ സിനിമയുടെ പേര്. ഒരു ജാതി അതിനകത്ത് കളിയാക്കുന്നുണ്ട്. തിയേറ്റർ കത്തിക്കുമെന്ന് പറഞ്ഞു. തിയേറ്റർ ഇവിടെ യേശുവിനെ അന്യഭാഷയൊന്നും പറഞ്ഞിട്ട് ആർക്കും കത്തിക്കുമൊന്നും വേണ്ട. പാവങ്ങൾ. സ്തോത്രം. അതാ കൃപയുള്ളവരുടെ ഒരു ഗുണം. ഹല്ലേലൂയ. ആമേൻ. യേശുവിനോട് പറഞ്ഞു നീ ശമര്യനാന്ന് പറഞ്ഞു. ശമര്യൻ എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പുസ്തകം നല്ലപോലെ പഠിക്കണം. ഇസ്രായേലിൻ്റെ ഇടയിൽ അവർ സ്വന്തം നാക്കുകൊണ്ട് ശമര്യ എന്ന് ഉപയോഗിക്കത്തില്ല. ആമേൻ. അവരുടെ വാ കൊണ്ട് ശമര്യ എന്ന പദം അത്ര വൃത്തികെട്ട പദമായിട്ടാണ് അവർ ശമര്യ. നിങ്ങൾക്ക് അതിന് തെളിവുണ്ട്. നിങ്ങൾക്ക് അറിയാമോ അത്? ഞാൻ പറഞ്ഞാൽ കറക്റ്റാണോ? യഹൂദന്മാർ അവരുടെ നാക്കുകൊണ്ട് ശമര്യ എന്ന പദം ഉപയോഗിക്കത്തില്ല. തെളിവ് ഞാൻ തരാം. നല്ല ശമര്യാക്കാരൻ്റെ കഥ പറഞ്ഞിട്ട് ആ ന്യായശാസ്ത്രിയോട് യേശു ചോദിച്ചു, ഇതിൽ ആരാണ് ആമേൻ നല്ല സ്നേഹിതൻ? ഉത്തരം എന്താ അവൻ പറയണ്ടേ? അവൻ ഉത്തരം പറയേണ്ട എന്താ? ശമര്യാക്കാരെന്ന് പറയണോ വേണ്ടായോ? നിങ്ങൾ പുസ്തകം എടുത്ത് ലൂക്കോസ് 10:29 താഴ്ത്തി വായിച്ചു. അവൻ പറഞ്ഞില്ല ആമേൻ ആ മനുഷ്യനോട് കരുണ കാണിച്ചവൻ എന്നാണ് അവൻ പറഞ്ഞത്. എന്താ അവൻ അങ്ങനെ പറയാൻ കാരണം? ശമര്യ എന്ന വാക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. അവന് ശമര്യ എന്ന വാക്ക് അവൻ്റെ നാക്കുകൊണ്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് യേശു ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് കർത്താവ് ബൈബിളിൽ മുഴുവൻ ശമര്യ 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 തന്നെ പറഞ്ഞു. ആമേൻ. നീ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരുശലേമിലും കർത്താവ് പറഞ്ഞു നിനക്ക് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ ഞാൻ എന്റെ നാക്കുകൊണ്ട് പറയുന്നു ശമര്യ 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 ശമര്യ. നിനക്ക് ജാതി ഉണ്ടായിരിക്കും, നിനക്ക് ചിലപ്പോൾ പലതും ഉണ്ടായിരിക്കും. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത ചണ്ടാളൻ, പ്ലവങ്കൻ, മാഗധൻ, ജഗദമൻ, സാരമയൻ, ക്ഷുദ്രൻ, വൈശ്യൻ, ശകൻ, ദാസൻ, മറവൻ, കുറവൻ, പുലയൻ, ഹിത്യൻ, മോവാബിൻ, അമോന്യൻ, ഗിർഗശ്യൻ, യബൂസ്യൻ, പെരീസ്യൻ എന്ന് വേണ്ട കാട്ടത്തിയുടെ മുകളിൽ നിന്ന് സക്കായി, നാട്ടത്തിയുടെ ചവിട്ടിരുന്ന നദനിയേൽ, അർദ്ധരാത്രിക്ക് വന്ന നിക്കോദീമോസ്, പകൽ വന്ന ശമര്യാക്കാരത്തെ, മീൻ പിടിക്കുന്ന പത്രോസ്, ടാക്സി ഭരിക്കുന്ന മത്തായി, ആലീസ്, ആമിന, ആനന്ദവല്ലി, മത്തായി, മാധവൻ, മൈദീൻ, കാമാക്ഷി, ഭൂമാക്ഷി, മീനാക്ഷി, ജാതി, മത, വർഗ, വർണ്ണ, പണ്ഡിത, പാമര, തൊഴിലാളി, മുതലാളി, അടിമ, ഉടമ, സഖ, ദാസ, വർമ്മരാതി വൈകൃതങ്ങൾക്ക് അതീതമായി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത ഒരു ചങ്ങലയുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ചങ്ങല. അതാണ് സുവിശേഷത്തിന്റെ ചങ്ങല. അതാണ് സ്നേഹത്തിന്റെ ചങ്ങല. ആ ചങ്ങലയിൽ കണ്ണികളായവരുടെ കയ്യടി ഇന്ന് രാത്രി വാഗമണ്ണെന്ന് കേൾക്കട്ടെ. അങ്ങ് പുറകറ്റം മുതൽ മുറ്റത്തിരിക്കുന്നവർ, പിന്നിലിരിക്കുന്നവർ, അങ്ങ് അറ്റം മുതൽ ഇങ്ങ് അറ്റം വരെ, കുഞ്ഞുങ്ങൾ വരെ അല്പസമയം ആ ചങ്ങലയിൽ, ആ സ്നേഹ ചങ്ങലയിൽ, ആ ആത്മാവിന്റെ ചങ്ങലയിൽ കണ്ണികളാകുവാൻ കൃപ ലഭിച്ചവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Jesus crossed 7 circles in his life. യേശുവിൻ്റെ ജീവിതത്തിൽ യേശു 7 സർക്കിളുകൾ കടന്നു പോയിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ആമേൻ. ബെത്സയിദയിൽ യേശു നിൽക്കുന്നു. ആമേൻ. திரளாய் ஜனம் இருக்குது, ஆனால் அவங்களுக்கு சாப்பிட்றதுக்கு ஒன்றும் இல்லை. ஆமேன். கர்த்தர் கேட்டார், இவங்களுக்கு பசிக்குது, சாப்பிட என்ன கொடுப்பீங்க? ലോകത്തെ പ്രസംഗിക്കുന്നവനും വിശക്കും, പ്രസംഗം കേൾക്കുന്നവർക്കും വിശക്കും എന്നറിയാവുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് എൻ്റെ യേശുവാ. ഇതൊക്കെ കേട്ടാൽ അമ്മ പ്രസംഗകരെങ്കിലും ഒന്ന് കൈയടിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ എന്തിനാ ഇങ്ങനൊക്കെ പ്രതീക്ഷിക്കുന്നത്? അമ്മ വല്ല ആന്ധ്രയിലും പോയി പ്രതീക്ഷിച്ചാൽ മതി. അമ്മ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് വിശക്കുമെന്നറിയാവുന്ന ഒരു ദൈവം, നിനക്ക് ആഹാരം വേണമെന്നറിയാവുന്ന ഒരു യേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ പറയുന്നത് എനിക്ക് വിശന്നാൽ അതറിയുന്ന ഒരു യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. യേശുവാ പറഞ്ഞത് ഇവർക്ക് വിശക്കുന്നു. ഓ ബ്യൂട്ടിഫുൾ, എന്നാ ബ്യൂട്ടിഫുൾ അത്. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യേശുവിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? വേഗം പറ. സർവശക്തനായ ദൈവത്തിന് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നീതിമാന്റെ സന്തതി അപ്പം ഇറക്കുന്നത് അവൻ കണ്ടിട്ടില്ല.
കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. ദൈവം കാണാത്തൊരു കാര്യം. ആമേൻ. ഡേവിഡ് പാസ്റ്ററുടെ സന്തതി, കൊച്ചുമക്കൾ അപ്പം ഇറക്കുന്നത്, ഈ ബൈബിൾ ചുമന്നവന്റെ സന്തതി അപ്പം ഇറക്കുന്നത് എന്റെ ദൈവം കണ്ടിട്ടില്ല. ഈ മുമ്പിലിരിക്കുന്ന ഈ തലമുറ അപ്പം ഇറക്കുവോ? പുറകിലിരിക്കുന്ന നീ അഭിഷേകത്തിലാണെങ്കിൽ, പുറകിലിരിക്കുന്ന നീ ആത്മാവിലാണെങ്കിൽ, ഈ ഇരിക്കുന്ന തലമുറ അപ്പം ഇറക്കില്ല. ആമേൻ, ആമേൻ. ദൂത് കയറി കയറി വരും, ഒത്തിരി ഉണ്ട്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. അബ്രഹാം 7 പെണ്ണാട്ടിൻ കുട്ടികളെ കൊടുത്ത് ബേർസബ വിലയ്ക്ക് വാങ്ങി. എടുത്തോ? ആമേൻ. എടുത്തോ? വേഗം വായിക്കാം. ഞാൻ ചോദിക്കുന്നു, അബ്രഹാം ആരെങ്കിലും പത്സിച്ചിട്ടുണ്ടോ? അങ്ങനെ പത്സിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അബ്രഹാം ആരെങ്കിലും നമ്മൾ പത്സിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ, ഞാനൊക്കെ, ഈ അബ്രഹാം പത്സിച്ചിട്ടുണ്ട്. ബൈബിളിൽ അബ്രഹാം പത്സിച്ചിട്ടുണ്ടോ? ഇല്ല. ആമേൻ. ശരി, വേണ്ട. ഉൽപ്പത്തി 21:25 വേഗം എടുക്ക്. ഉൽപ്പത്തി 21:25. സമയമില്ല, എല്ലാം കൂടെ 11:45 നിർത്തണം. 12 നാളെ ആയി പോകും. എന്നാൽ അബീമേലെക്കിന്റെ ദാസന്മാർ അപഹരിച്ച് കിണർന്ന് വെച്ച എന്നാൽ അബീമേലെക്കിന്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അബീമേലെക്കിനോട് ഭത്സിച്ചു എന്ന് പറഞ്ഞു. ഭത്സിച്ചു പറഞ്ഞു. പിന്നെ കൃപയുണ്ടെങ്കിൽ ആരാ ഭത്സിക്കാത്ത? കിണർ താടാന്ന് പറഞ്ഞു. ആ സെക്കൻഡ് അവൻ കിണർ കൊടുത്തു. വായിച്ചു, ബാക്കി വായിച്ചു. അതിന് അബീമേലെക്ക്, ഇക്കാര്യം ചെയ്തത് ആരെന്ന് ഞാൻ അറിയുന്നില്ല, നീ എന്നെ അറിയിച്ചിട്ടില്ല, ഇന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അബ്രഹാം അബീമേലെക്കിന് ആടുമാടുകളെ കൊടുത്തു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു. അബ്രഹാം 7 പെണ്ണാട്ടും കുട്ടികളെ വേറിട്ട് നിർത്തി. അപ്പോൾ അബീമേലെക്ക് അബ്രഹാമിനോട്, നീ വേറിട്ട് നിർത്തിയ ഈ 7 പെണ്ണാട്ടും മുഴുവൻ വായിക്കണ്ട, അവിടെ പിന്നെ നിങ്ങൾ വായിച്ചോ. ആ കിണറിന്റെ പേരാണ് ബേർസബ. ആ കിണറിന്റെ പേരാണ് ബേർസബ. കൃപയുള്ളൊരു ദൈവത്തെ സൂചിച്ചോ. അബ്രഹാം ബേർസബ വാങ്ങി. സ്തോത്രം പറ. അബ്രഹാം കിണർ വാങ്ങി. സ്തോത്രം പറ. കർത്താവിനെ സ്തുതിക്ക്. ഹല്ലേലൂയ. ഇനി അടുത്തടത്ത് ചെന്നപ്പോൾ ആമേൻ. വായിക്കുക 26:17. ഉൽപ്പത്തി 26:17. വേഗം വേഗം പോകണം. വേറൊരാള് 46. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വെക്കും. 26:17. അതെ, 26:18 വായിച്ചു. ഇതെല്ലാം ആയിട്ടും നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ. ഉൽപ്പത്തിയോ? അതന്നെ അതന്നെ അതെ. ഇല്ല, ദേവദാസൻ വായിക്കാനത്തോട് വായിക്കട്ടെ. സാരല്ല, വായിച്ചു 26:17. ഞാൻ 17 അല്ലേ പിന്നെ 18 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. ഗേരാർ താഴ്വരയിൽ കൂടാരമടിച്ചു. അവിടെ പാർത്തു. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും. അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫലസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ച്. ദേവദാസനെ നമുക്ക് രണ്ടുപേരും ഇച്ചിരി നേരം ഒഞ്ചിരുന്നാലോ? എപ്പോഴാ അവർ നികത്തിയത്? അബ്രഹാം പറഞ്ഞു. അബ്രഹാം മരിച്ച ശേഷം. അതന്നെ, അബ്രഹാം മരിക്കുന്നവരെമാര് നികത്താഞ്ഞ്. അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ നികത്തിയ യുവമാരെ നികത്തും. കാരണം ദൈവമായിട്ട് അതുപോലെ ബന്ധം അബ്രഹാമിന്. ദൈവത്തോട് സ്ഥിരമായിട്ട് സംഭാഷണം ചെയ്യുന്ന അബ്രഹാം പ്രാർത്ഥിക്കുന്നവൻ നാട്ടിൽ ജീവിച്ചിരുന്നാൽ ഒരു സഭയുടെ കിണർ മൂടാൻ പറ്റില്ല. അതിനവൻ കാത്തിരുന്നു അബ്രഹാം വാര് മൂടാൻ. പെന്തക്കോസ്തിനോട് ഒരു ദൂത് പറയാം. പെന്തക്കോസ്തിലെ അബ്രഹാമാർ മരിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. എഴുന്നേൽക്കട്ടെ പുതിയ അബ്രഹാമാർ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, മോരിയാമലയിൽ കയറി പോകുന്നവർ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ, യാഗം കഴിക്കുന്ന അബ്രഹാമാർ, ദൈവത്തെ അനുസരിക്കുന്ന അബ്രഹാമാർ ജീവിച്ചെഴുന്നേറ്റ് വരട്ടെ. വാഗമണ്ണില്, ഏലപ്പാറയില്, ഇടുക്കിയില് അബ്രഹാമാർ എഴുന്നേറ്റ് വരട്ടെ. ആമേൻ, ആമേൻ. ഒരു ദൂത് ഞാൻ പറയാം. കൃപയുള്ള ഒരു ദൈവത്തെ സൂചിച്ചോ. പാസ്റ്റർമാരെല്ലാം ഒന്ന് തുള്ളിച്ചാടിക്കോ. അബ്രഹാം മരിച്ചു പോയാലും, ആമേൻ, അബ്രഹാം മരിച്ചു പോയാലും അഭിഷേകമുള്ള ഇസ്ഹാക്ക് കിണർ മാന്തും. ആമേൻ. ഇനി ഒരു ദൂത് പറയാം. ഈ കിണർ ആരാ കുഴിച്ചേ? എൻ്റെ കൂടെ നിൽക്കേ. ഈ അബ്രഹാമാ കുഴിച്ച. അബ്രഹാം കുഴിച്ചോ? കിണർ കുഴിച്ചിട്ടുള്ളവർ കൈപൊക്കട്ടെ. ഞാൻ പോയിട്ടുണ്ട് കിണറിൻ്റെ പണിക്ക് പോയിട്ടുള്ളവർ ഒന്ന് കൈപോക്കുക. ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ലേ? ഒന്ന് അച്ഛാ,
യോഗം കഴിഞ്ഞാൽ കാണണേ. സത്യം പറയുന്നവർ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇനിയും കിണറിൻ്റെ പണിക്ക് കൂടെ പോയിട്ടുള്ളവർ ഇല്ല, എന്നാ കേട്ടോ, പിക്കാസ് വേണം. കിണറിൻ്റെ പണിക്ക് വേണം, എന്ത് വേണം? സമ്മതിക്കത്തില്ല. കമ്പ്യൂട്ടറിൻ്റെ പണിക്ക് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 20 കൈ പൊങ്ങിയാനെ. കിണറിൻ്റെ പണിക്ക് ഞാൻ പോയിട്ടുണ്ട് കിണറിൻ്റെ പണിക്ക്. പിക്കാസ് വേണം. പാസ്റ്റ് പോയിട്ടുണ്ടോ? എനിക്ക് ഒരാളെ കിട്ടിയല്ലോ കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. IPCയിലെ പാസ്റ്റർ ഞാൻ പോയിട്ടുണ്ട്. പാസ്റ്റേ ചാണകം ചുമ്മാ വരെ പോയിട്ടുണ്ട്. ഹോട്ടലിൽ പ്ലേറ്റ് കഴുകിയിട്ടുണ്ട്. കെ അബ്രഹാം. അതിനൊന്നും നാണമൊന്നുമില്ല പറയാനായിട്ട്. സ്തോത്രം, സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, കിണർ കുത്തനെ പിക്കാസ് വേണം, കിണർ കുത്തനെ മമ്മട്ടി വേണം, കിണർ കുത്തനെ കൂടെ വേണം, കിണർ കുത്തനെങ്കിൽ കൂന്താലി വേണം, വേണ്ടേ? കമ്പി വേണം, ചവിട്ടുമുള്ളു വേണം. ചവിട്ടുമുള്ളു ഹൈറേഞ്ചിലുള്ളവർക്ക് ചവിട്ടുമുള്ള അറിയത്തില്ലേ? ചവിട്ടി ഇറക്കുന്നേ. ഇതൊക്കെ വേണം. എന്തിന്? കിണർ കുത്തണമെങ്കിൽ. ഹൈറേഞ്ചിൽ കിണർ കുത്തിയത് സഭ തുടങ്ങിയത് ഇച്ചിരി കഷ്ടപ്പെട്ട. നമ്മുടെ പിതാക്കന്മാരൊക്കെ ചവിട്ടുമുള്ളും കമ്പിയൊക്കെ ഉണ്ടാ. പക്ഷേ ഇസഹാക്കിന് ഇപ്പം ചിരട്ട മതി. കാരണം മൂടിയിട്ടേക്കുന്നതുകൊണ്ട് ഇളകിയ മണ്ണാ. മൂടിയിട്ടേക്കുന്നതുകൊണ്ട് ഇത് ഒരിക്കൽ കുത്തിയതാ, ഇപ്പൊ മൂടിയത് കൊണ്ട് ഇനി പിക്കാസ് വേണ്ട, ചിരട്ട മതി. കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ, ഇടുക്കിയുടെ മലമടക്കുകളിൽ ഒരുപാട് കിണർ മൂടിക്കിടപ്പുണ്ട്, ഒരുപാട് കിണർ മൂടിക്കിടപ്പുണ്ട്. ഇത് മാന്താൻ ഇസഹാക്കുമാർ വാ, ഇസഹാക്കുമാർ എഴുന്നേറ്റ് വാ. അഭിഷേകമുള്ള ഇസ്ഹാക്കുമാർ, കൃപയുള്ള ഇസ്ഹാക്കുമാർ. ശത്രു മൂടിയ കിണർ. ഇന്ത്യയോട് ഞാൻ പറയും, സുവിശേഷ വിരോധ സംഘടനകളോട് പറയും, നിങ്ങൾ ആര് മൂടിയാലും, ഏത് വിധത്ത് മൂടിയാലും, ഉത്തരാഖണ്ഡിൽ മൂടിയാലും, ഒറീസയിൽ മൂടിയാലും, ജാർഖണ്ഡിൽ മൂടിയാലും, ഗുജറാത്തിൽ മൂടിയാലും, അത് കുഴിക്കുന്ന ഇസ്ഹാക്കുമാർ, അത് കുഴിക്കുന്ന ഇസ്ഹാക്കുമാർ എഴുന്നേറ്റ് വരും. ആമേൻ, ആമേൻ. എല്ലാ കാലഘട്ടത്തിലും സുവിശേഷ വേലയുടെ കിണർ മൂടുന്നവരുണ്ട്. മൂടുന്നവരും പേര് മാത്രമേ മാറത്തുള്ളൂ, മൂടുന്നത് നടന്നുകൊണ്ടിരിക്കും. ആമേൻ. 10 കൊല്ലം മുമ്പ് മൂടിയത് ചാക്കോയാണെങ്കിൽ ഇപ്പം മൂടുന്ന ദേവസ്യാന്നുള്ളതേ ഉള്ളൂ. ചുമ്മാ ഒരു പേര് പറഞ്ഞാൽ ഈ പേര് മാത്രമേ മാറുന്നുള്ളൂ, മൂടൽ സ്വഭാവം മാറിയിട്ടില്ല. ആമേൻ. ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ആര് മൂടിയാലും ഞങ്ങൾ മാന്തി. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ മാന്തി എന്നുള്ളതിൻ്റെ തെളിവ് തരാം. വായിക്ക് 46:1, ഉൽപ്പത്തി 46:1. വേറെ ആൾ സംഖ്യാപുസ്തകം 21:17 എടുത്തു. ആമേൻ, ആമേൻ. 46:1 യാക്കോബ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ 46:1. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു. ബേർശേബയിൽ എത്തി തന്റെ എവിടെത്തി? അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് വന്നു. ആ കിണറ്റിൽ കൂടെ തന്നെ ആര് വന്നു? പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ മക്കൾ ഈ സഭ വഴി വരും, നിങ്ങളുടെ മക്കളുടെ മക്കൾ ഇതേ ബേർശേബ വരും. അബ്രഹാം കിണർ വാങ്ങിയത് തനിക്ക് മാത്രം കുടിച്ചിട്ട് ഹല്ലേലൂയ എന്ന് വായിക്കോട്ട വിടാനല്ല, തലമുറയ്ക്ക് വേണ്ടിയാ. നീ ആരാധിക്കുന്നത്, നിന്റെ മേലെ അഭിഷേകം ഇറങ്ങുന്നത്, നീ ഇന്ന് ഇവിടെ രാത്രി വന്നിരിക്കുന്നത് നിന്റെ ഒരു ആയുസ്സിന് വേണ്ടി മാത്രമല്ല, അത് തലമുറ തലമുറയായി കൈമാറാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടിയാ. എത്ര പേർക്ക് ഈ ദൂതിന്റെ ആഴം പിടികിട്ടുന്നുണ്ട്? അവരുടെ ആരാധനയാണ് ഇന്ന് രാത്രി വാഗമണ്ണിൽ വെളിപ്പെടേണ്ടത്. ഈ വചനത്തിന്റെ ആഴം ഇവിടെ വന്നിരുന്ന് നീ കൈയടിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, സിനിമ കാണാനും സീരിയലിനും ഒക്കെ സമയം കൊടുക്കാതെ ഈ സ്ഥലത്ത് വന്നിരുന്ന് നീ ആത്മാവിൽ ആരാധിക്കുന്നത് ഈ തലമുറ കൊണ്ട് തീരാനല്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നീ ചെയ്യുന്നത് നിന്റെ മക്കൾ കാണുന്നുണ്ട്, അവരുടെ മക്കൾ കാണുന്നുണ്ട്. ഈ കിണർ. ആമേൻ, ആമേൻ, സ്തോത്രം. അബ്രഹാം ഇത് കഷ്ടപ്പെട്ട് കുഴിച്ച കൂന്താരിയൊക്കെ വിക്കാസൊക്കെ ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരിയാണോ നോക്കാം. വായിക്ക് 21:17 സംഖ്യ. ആമേൻ, സംഖ്യ 21:17. യെസ്, ആമേൻ, ആമേൻ. സംഖ്യാപുസ്തകം 21:17 വായിച്ചോ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവാ
അമ്മേ നമുക്കൊന്ന് ആരാധിക്കണം. മ്യൂസിക്കൊക്കെ റെഡി ആയിക്കോ, നമുക്കൊന്ന് ആരാധിക്കണം. ഇങ്ങനെ സോജ എൻ്റെ കൂടെ നിന്ന് പാടി ഒന്നും ആരാധിച്ചില്ലല്ലോ. അമേൻ, സ്തോത്രം. അമേൻ, ഹല്ലേലൂയ. കിണറേ പൊങ്ങി വാ. ബാക്കിയോട് വായിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേക്കും. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, ഇനി അടുത്തോട് വായിക്കുമ്പോൾ എഴുന്നേക്കും. അച്ഛാ എഴുന്നേപ്പിക്കാനുള്ള വായിക്കേ. കിണറെ പൊങ്ങി വാ, അതിനെ പാടുവിൻ. ഇനി എഴുന്നേക്കാമല്ലോ. ആമേ, അബ്രഹാം അതെങ്ങനെ കുടിച്ചെന്നും കൂടെ എഴുന്നേറ്റ് വന്നു. അന്നേരം ഞാൻ പറഞ്ഞോളാം. അങ്ങനെ കുടിച്ചേ. വായിച്ചോ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ. ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും, അവർ കുഴിച്ച ചെങ്കോൽ കൊണ്ടും ഇരുമ്പ് തങ്ങളുടെ ദണ്ടുക്കൾ കൊണ്ടും, അവര് പിക്കാസും കോടാലിയൊക്കെ കൊണ്ടാണ് കുഴിച്ചത്. അമേൻ. ഇപ്പം ഈ കിണർ പൊങ്ങാനായിട്ട് ഇനി എന്ത് ഈ തലമുറയ്ക്ക് ദൈവം വെച്ചേക്കുന്നുണ്ടോ? ചിരട്ട പോലും വേണ്ട. എന്ത് ചെയ്താൽ മതി? ആരാധിച്ച കിണർ പൊങ്ങി വരുന്നു. കിണർ പൊങ്ങി വാ എന്ന് പാടുമ്പോൾ സ്തോത്രം. ആമേൻ. ഇപ്പോൾ മ്യൂസിക് വീഴും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. വീണില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പാട്ട് ഏതാന്നൊക്കെ അന്നേരം പാടിക്കോളും. ഇല്ല, ഞാൻ പാടും. ആമേൻ. ഫോർവേഡ് മ്യൂസിക് വീഴണം. ആമേൻ. പൊങ്ങി വാ. ആമേൻ. ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പ് എഴുതോ. ആയിരം നാവുകളാൽ അത് എഴുതോ. അതിനായിരത്തിനംശം ചൊല്ലിടുവാൻ അസാധ്യമോ. അതിനായിരത്തിനംശം ചൊല്ലിടുവാൻ അസാധ്യമോ. അതിശയമേ ദൈവത്തിന്റെ മനോഹരമേ. അതിശയമേ ദൈവത്തിന്റെ മനോഹരമേ. ആയിരം എന്റെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, എന്റെ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ. ആയിരം നാവുകൾ അത് വർണ്ണിപ്പതിനെഴുതോ. അതിനായിരത്തിലൊരംശം ചൊല്ലിടുവാൻ സാധ്യമോ. അതിനായിരത്തിലൊരംശം ചൊല്ലിടുവാൻ സാധ്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. ഇനിയും പാടണമെന്ന് ജനം കൊതിക്കണം. അതുകൊണ്ട് നമ്മൾ നിർത്തുന്നിടയ്ക്ക്. അവന് ഇത് തുടർന്ന് പാടിയിരുന്നെങ്കിൽ എന്നവര് കൊതിക്കണം. അന്നേരം നമ്മൾ പ്രസംഗിക്കും, പിന്നെ പാടും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഓർക്കും ഭയങ്കരമാതൂത്. ആമേൻ. നീ പ്രാപിച്ച ഈ അഭിഷേകവും ഈ സന്തോഷവും, ആമേൻ, ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. നിന്റെ തലമുറയിലേക്ക് ബേർശബ നീ കൈമാറുക. ആമേൻ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതെല്ലാം വായിച്ചത് ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലേ പാസ്റ്റർ എന്ന്. എന്തുവാ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന്? പക്ഷെ ശമരിയക്കാരത്ത് പറയും ഇത് യാക്കോബിന്റെ കിണർ. ആമേൻ. ഈ കിണർ അവിടെ കൊണ്ടൊന്ന് തീരുകയില്ല. ഇത് യാക്കോബിന്റെ കിണർ. പക്ഷെ യേശുവിന്റെ സമയത്ത് വന്നപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ അടുത്തൊരു കിണറുണ്ട്. അതേതാ? ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. അതേത് കിണറാ? ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെ ദാഹിക്കത്തില്ല. ജീവന്റെ ജലത്തിന്റെ ഉറവ. ഓ ഓ ഓ പോര കേട്ടോ. പുറകിലൊന്നും ഞാൻ കൈ പോലും അനക്കുന്നില്ല. ഓ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ സ്തുതിക്കേ. അവേ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഇന്ന് രാത്രി ഇതാ ഒഴുകുന്ന ഒരു ആത്മീയ സന്തോഷം. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഒത്തിരി കഥയുണ്ട്. ഈ ശബരിയാക്കാരത്തി ഇത് ഞങ്ങളുടെ കിണറാന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് ഭയങ്കര ചരിത്രമാണ്. പോട്ടെ, അവിടെ നിൽക്കാൻ പറ്റിയല്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യു വിൽ ക്രോസ് ദ ഓബ്സ്റ്റക്കിൾസ്, യു വിൽ ക്രോസ് ദ ഡിഫിക്കൽട്ടീസ്, യു വിൽ ക്രോസ് ദ ട്രയൽസ്. നീ പരീക്ഷകളെ കടക്കും, നീ അതിനെ അതിജീവിക്കും, നീ അതിനെ ജയിക്കും. ആമേൻ. യേശു 5 അപ്പവും 2 മീനും വാഴ്ത്തി കൊടുക്കുമ്പോൾ പുരുഷന്മാരെത്ര? സമയമില്ല, വേഗം പറ. 5000. സ്ത്രീകളെത്ര? ഇന്ത്യൻ കണക്ക് പറഞ്ഞാൽ മതി. ഇന്ത്യൻ കണക്ക് 5000. 10,000. പിള്ളേരെത്ര? ചുമ്മാ പറ. 2000. എത്ര? 2000. 12,000 പേരുടെ നടുവിൽ യേശു നിൽക്കുന്നു. ദ ഫസ്റ്റ് സർക്കിൾ. എത്ര പേര് നടക്ക്? നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അന്ന് കർത്താവ് അപ്പം വിളമ്പിയപ്പോൾ, ശിഷ്യന്മാർ അപ്പം വിളമ്പിയപ്പം ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, സന്തോഷമായി എന്നുള്ളവർ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ, സന്തോഷമാണെന്നുള്ളവർ മാത്രം ഒന്ന് കരമൊരുത്തരല്ലോ പറഞ്ഞോട്ടെ. ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. കൈപൊക്കിയവരെല്ലാം ആ സർക്കിളിൽ നിൽക്ക്. ഞങ്ങൾ പാസ്റ്റേഴ്സ് 2ാമത്തെ സർക്കിളിലോട്ട് പോവാണ്. ഹല്ലേലൂയ. ആദ്യത്തെ സർക്കിളിൽ 12,000 പേര്. ആമേൻ. എന്തിനു വന്നവര്? എന്തിനു നിന്നവര്? അപ്പം തിന്നാൻ. ആമേൻ. കുഴപ്പമില്ല. പ്രസംഗവും കേട്ടു, അപ്പവും തിന്നു. ഞങ്ങൾ 2ാമത്തെ സർക്കിളിലേക്ക് പോകുന്നു. ലൂക്കോസ് 10:1. 70 പേർ. എത്ര പേര്? 70 പേർ. ആമേൻ. കർത്താവ് അവരെ ഈരണ്ടായിട്ട് ഗ്രാമങ്ങളിലേക്ക് അയച്ചു. നമുക്ക് ചോദിക്കാം, യേശുനാഥാ എന്തിനാണ് ഈരണ്ടായിട്ട് അയച്ചത്? അത് ആദാം ഉറങ്ങിക്കിടന്നപ്പോൾ അവ്വ ഒറ്റയ്ക്ക് ഹൗസ് വിസിറ്റിങ്ങിന് പോയി പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ഇനി എല്ലാവരും ഈരണ്ടായിട്ട് പോയാൽ മതി. കൃപയുള്ള ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ക്രമീകരണത്തിൽ വേണം പോകാൻ. കാരണം പോകുമ്പോൾ ഒരു സാക്ഷി വേണ്ട കൂടെ. പ്രൈസലോ. അതുകൊണ്ട് കർത്താവ് അയച്ചപ്പോൾ എങ്ങനെ അയച്ചത്? ഈരണ്ടായിട്ട്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, പോകുന്ന വഴിക്ക് കാണാൻ കൊള്ളുന്നവരെ കണ്ടാൽ വന്ദനം ചെയ്തിട്ട് അവിടെ കയറി താമസിക്കരുത്. നീ വഴിയിൽ ആർക്കും പറ, പുസ്തകം വായിച്ചില്ല, വന്ദനം ചെയ്യരുത്. 2, നീ വടിയെടുക്കരുത്. 3, പൊക്കണം എടുക്കരുത്. 4, പേഴ്സ് എടുക്കരുത്. എന്നാൽ നിനക്കൊന്നിനും കുറവുണ്ടാകില്ല. യേശു പറയുന്നു, എനിക്ക് വാഗമണ്ണിൽ ഒരു 70 പേരെ വേണം. എനിക്ക് ഗ്രാമങ്ങളിലേക്ക് അയക്കാൻ. സെക്കൻഡ് സർക്കിൾ ഓഫ് ജീസസ്. ഒരു 70 പേർ. അവർ തിരിച്ചു വന്ന് പറഞ്ഞു, പേഴ്സ് ഇല്ലായിരുന്നു. സ്വത്രം പറ. വഴിയിൽ ആരെയും ഞങ്ങൾ വന്ദനം ചെയ്തില്ല. പ്രത്യേകിച്ച് ഒരു വീട്ടിലും കയറി ഇഷ്ടം പോലെ താമസിച്ചില്ല. ഞങ്ങൾ വഴിയിൽ പേഴ്സ് എടുത്തില്ല. പക്ഷെ കർത്താവിനോട് വന്ന് പറഞ്ഞു 10:17, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴ് അടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. ആമേൻ. പേഴ്സ് ഇല്ലെങ്കിലും കാശില്ലെങ്കിലും ആരും നിന്നെ സ്വീകരിച്ചില്ലെങ്കിലും നീ പോയാ മതി. അയച്ചവൻ തമ്പുരാനാണെങ്കിൽ അവൻ അടങ്ങും. ഭൂതങ്ങൾ നിനക്ക് അടങ്ങും. പിശാച്. ആമേൻ. സന്തോഷമുണ്ടോ? ഞങ്ങൾ ആ 12,000 നിൽക്കുന്നില്ല. ഞങ്ങൾ 70 വരുവാന്നുള്ളവർക്ക് സന്തോഷത്തോടെ വരാം. കരമൊരുത്ത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ആ 70 ഞങ്ങൾ 3ാമത്തെ സർക്കിളിലേക്ക് പോവാം. നമ്മൾ എത്രാമത്തെ സർക്കിള്? 3ാമത്തെ സർക്കിൾ. അവിടെ 12,000 ഇല്ല, 70 ഇല്ല, 12 പേർ. ആമേൻ. ലൂക്കോസ് 9:1. യേശു 12 വരെ അടുക്കൽ വിളിച്ചു. നിങ്ങൾ എന്തിനു ബൈബിൾ വായിക്കുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബൈബിളിലുണ്ടോ എന്നറിയാനോ? അതിൻ്റെ അർത്ഥം എന്നെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. അതല്ലേ പാസ്റ്റർ അതിൻ്റെ അർത്ഥം? ഇപ്പോഴും ഇവർക്ക് എന്നെ എന്തായിട്ടില്ല? വിശ്വാസം വന്നിട്ടില്ല. ഹല്ലേലൂയ. അത് 9:1 ഉണ്ട്. ഇനി ഇത് വിശ്വാസം വരാൻ വേണ്ടി പാസ്റ്റർ വായിച്ചു. പാസ്റ്റർ 9:1. അവൻ 12 വരെ അടുക്കൽ വിളിച്ചു. കാണോ? അപ്പോൾ വിശ്വാസം ആയോ നിങ്ങൾക്ക്? ഞാൻ വെറുതെ പറയില്ല. 12 വരെ അടുക്കൽ വിളിച്ചു. എന്തിനൊക്കെ? സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സ്വത്രം പറഞ്ഞോ സൗഖ്യമാക്കുവാനും. എനിക്ക് അവരൊന്ന് സ്വതന്ത്രം കേൾക്കണം, എനിക്ക് ഇവിടുന്നാ കേൾക്കേണ്ടത്. അവർ കാരണം ഈ 12-നകത്താണ് നമ്മൾ. ഹല്ലേലൂയ. ഈ 12-നകത്ത്. ആമേ. വായിച്ചോ. അവൻ 12 വരെ അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും, ഈ നാട്ടിലുള്ള സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ആമേൻ. സ്തോത്രം പറ. ശക്തിയുള്ളവന് അധികാരമില്ല, അധികാരമുള്ളവന് ശക്തിയില്ല. ഇത് രണ്ടും കൂടെ ഉള്ളത് അഭിഷേകമുള്ളവനാ. ആമേൻ. ആമേൻ. അത് മാത്രമല്ല, ദൈവരാജ്യം പ്രസംഗിപ്പാൻ രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. ഇപ്പൊ നിങ്ങൾ പറ, ഞങ്ങൾ 12,000 ഇല്ല, ഞങ്ങൾ 70-നകത്തും ഇല്ല, ഞങ്ങൾ ഈ 12-നകത്ത് വരുവാന്ന് പറ. സ്വത്രം പറ. ഞങ്ങൾ ഈ 12 വരുവാ. ഹല്ലേലൂയ. അത് മാത്രമല്ല,
അമ്മേ വേറെ മർക്കോസ് 3:13 എഴുതിയിട്ടുണ്ട്. അവൻ മലമേൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവരോട് പറഞ്ഞു എന്നോട് കൂടെ ഇരിപ്പാൻ. എന്നാ ബ്യൂട്ടിഫുള്ളാ. കർത്താവ് 3.5 കൊല്ലം ശിഷ്യന്മാരെ വിളിച്ചത് എന്തിന്? ആരോട് കൂടെ ഇരിപ്പാൻ? കർത്താവിനോട് കൂടെ ഇരിപ്പാൻ. എന്നാൽ കർത്താവ് അവരെ അയച്ചപ്പോൾ 3.5 കൊല്ലം കഴിഞ്ഞ് അയച്ച പറഞ്ഞു പോകുവിൻ, ഞാൻ ലോകാവസാനത്തോളം അപ്പം ഇതുവരെ നിങ്ങൾ എന്നോട് കൂടെ ഇരുന്നു, ഇനി ഞാൻ നിങ്ങൾ അതിൻ്റെ ബ്യൂട്ടിഫുൾ എങ്ങനെയാണെന്നറിയോ? ആമേൻ, സ്തോത്രം. പാസ്റ്ററുടെ കൈ മാത്രം ഒന്ന് കാണിച്ചു വെച്ചാൽ കേട്ടോ. അതായത് ഇത് ശ്രദ്ധിച്ചു വെച്ചോ, ഇദ്ദേഹം മകനാണെന്ന് വിചാരിക്കുക, ഞാൻ അപ്പനാണ്. ഞാനൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയപ്പം ഇദ്ദേഹത്തോട് പറഞ്ഞു മക്കളെ എൻ്റെ കയ്യെ പിടിച്ചോണമെന്ന് പറഞ്ഞു. ഇതാണ് യേശു പറഞ്ഞത്, എന്നോട് കൂടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളെ. നടന്നു പോവാണ്, ഞങ്ങൾ രണ്ടുപേരുടെ പോവാണ്. അങ്ങനെ പോയി ഞങ്ങളൊരു കുഴിയുടെ വക്കിലെത്തിയപ്പോൾ ഞാൻ ഈ കൈ ഇങ്ങനെ അങ്ങോട്ട് വിടുവിച്ചിട്ട് ഇങ്ങനെ കയറി പിടിച്ചു. അതാ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നത്. ഇന്നലെ വരെ അവന്റെ കയ്യെ നീ പിടിച്ചിരുന്നെങ്കിൽ അഭിഷേകത്തോടുകൂടി അവൻ നിന്റെ കയ്യെ പിടിക്കുക. ആമേൻ. അവൻ കൂടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. ഒരിക്കലും മാറാൻ പാടില്ല. 12,000 കൂടെയില്ല, 70 പേർ എപ്പോഴും കൂടെയില്ല, 12 പേർ കൂടെയുണ്ട്, 12 പേർ കൂടെയുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ 3ാമത്തെ സർക്കിളിലോട്ട് വരുവാന്നുള്ളവർ കരമേർത്തർ അല്ലല്ലേ പറഞ്ഞാട്ടെ, യേശുവിന്റെ കൂടെ ഇരിപ്പാൻ. ഞങ്ങൾ 4ാമത്തെ സർക്കിളിൽ പോവാ. അവിടെ 12,000 ഇല്ല, 70 പേരില്ല, 12 ഇല്ല, 3 പേർ, പത്രോസും യോഹന്നാനും യാക്കോബും. എഴുതിട്ടോ, ദ സീക്രട്ട് സർക്കിൾ ഓഫ് ജീസസ്. ആരോടും പറയാത്ത ചില രഹസ്യങ്ങൾ പറയാനും യായിറോസിന്റെ മകളെ പോലുള്ളവർക്ക് ജീവൻ കൊടുക്കാനും മറുരൂപമലയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ സംസാരിക്കാനും പോകുമ്പോൾ യേശു കൂടെ കൊണ്ടുപോകുന്ന തന്റെ രഹസ്യ സർക്കിൾ. ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 12 പേരെ കൊണ്ടുപോയില്ല, തന്റെ രഹസ്യ സർക്കിളിനെ. ആമേൻ, ആമേൻ. യാക്കോബ് സമം വിശ്വാസം. യാക്കോബിന്റെ ലേഖനം മുഴുവൻ എന്തുവാ? വിശ്വാസം. പത്രോസ് സമം പ്രത്യാശ. ആമേൻ. പത്രോസിന്റെ ലേഖനത്തിൽ 5 പ്രത്യാശയുണ്ട്. യോഹന്നാൻ സമം സ്നേഹം. അപ്പൊ കർത്താവ് കൂടെ കൊണ്ടുപോയത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എവിടെ പോയാലും ഇത് 3 നിന്റെ കൂടെ ഉണ്ടോ നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സീക്രട്ട് സർക്കിളിനകത്ത്. ആമേൻ. ഇത് എത്രാമത്തെ സർക്കിളാണ് ഞാൻ പറഞ്ഞേ? 4ാമത്തെ. 5ലേക്ക് പോവാ. 5ാമത്തെ സർക്കിൾ. 12,000 ഇല്ല, 70 ഇല്ല, 12 ഇല്ല, 3 ഇല്ല, മാറിൽ ചാരിയ യോഹന്നാൻ മാത്രം. എന്ന് പറഞ്ഞാൽ നീയും യേശുവും മാത്രം. 5ാമത്തെ സർക്കിൾ. ഞാനിത് പറയുമ്പം ചില കണ്ണ് നനയും. എത്ര വട്ടം അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട്, വേറെ ആരും കൂടിയില്ലാതെ. உலகம் உன்னை புறக்கணித்தபோது உன்னை ஒற்றையாக மாற்றி நிப்பாட்டி உனக்கு விரோதமாக பேச நேரத்தில் உன்னுடைய படுக்கையில் உன்னுடைய ஜெபத்தில் நீ முழங்கால் போட்ட போது, நீ உபவாசம் இருந்த பொழுது നീയും യേശു മട്ടും. ആമേൻ. ഞാനും യേശു മാത്രം. ഇവിടെ ഇരിക്കുന്നതിൽ ഒരാളെങ്കിലും പറയാമോ ആ സർക്കിളിൽ കൂടെ ഞാൻ പോയിട്ടില്ലെന്ന് പറയാൻ ഒരാൾക്കെങ്കിലും കഴിയുമോ? നിന്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ആ സർക്കിളിലൂടെ നീ പോയിട്ടുണ്ട്. യേശുവും നീയും മാത്രം. ആമേൻ. വേറെ ആരും കൂടെ ഇല്ലാത്ത സമയം എല്ലാവരും മാറിപ്പോയി. எத்தனை சோதனை, எத்தனை வேதனை வாழ்க்கையின் பயணத்திலே, ஆனால் நேற்றும் இன்றும் என்றும் மாறாதவர் இயேசுவே நீர் மட்டுமே. எத்தனை சோதனை, எத்தனை வேதனை வாழ்க்கையின் பயணத்திலே, ஆனால் நேற்றும் இன்றும் என்றும் மாறாதவர் இயேசுவே நீர் மட்டுமே.
என்னுடைய வாழ்க்கையில் இது நான் எழுதின பாடல். இன்னொரு பாட்டினுடைய டூன் எனக்கு ஒத்தாசை இல்லாம ரொம்ப வேதனைப்பட்ட மனம் கலங்கி இருக்கும் போது அப்படியே பரிசுத்தாவில் எழுதினேன். மனது நீரோடைகளை தேடி ஓடுவது போல நான் தேவா ஓடி நடந்த யாராவது என் மேல் இரக்கம் காட்டுவாரோ? தேசத்தின் அன்பொரு நாள் தேய்ந்தே போய்விடும், மனைவியின் அன்பொரு நாள் மறந்தே போய்விடும், தாய் தந்தை அன்பொரு நாள் தனிந்தே போய்விடும், பிள்ளையின் அன்பொரு நாள் பிரிந்தே போய்விடும், நண்பனின் அன்பொரு நாள் நலிந்தே போய்விடும், மனைவியின் அன்பொரு நாள் மறந்தே போய்விடும். அன்பு, இயேசுவின் அன்பு பசபிக் கடல் வற்றினாலும் பாச கடல் வற்றாது, அரபிக் கடல் வற்றினாலும் அந்த அன்பு கடல் வற்றாது. வா, அனுபவித்தவங்க மட்டும் கரங்களை தட்டினா போதும். அல்லாதவங்களுக்கு மௌனமாக இருக்கலாம், ஒன்னும் விஷயம் இல்லை. அனுபவித்தவங்க மட்டும் கரங்களை தட்டுங்க. அந்த அன்பு புறக்கணித்த நேரங்களை நான் அனுபவித்தேன். ஆமென். நான் போறேன். 6வது சர்க்கிள் கத்சமனா. யோவானும் இல்ல, யோகன்னானும் இல்ல. ஜெபிக்கலாம், நான் ஜெபிப்பேன், தைரியமா இருங்கன்னு சொன்ன விசுவாசிகளும் அவங்க என்ன செய்யறாங்க? தூங்குறாங்க. அந்த நேரத்தில் നീ മുളങ്കാൽ പണ്ണുമ്പോൾ ഇന്നേക്ക് രാത്രി இந்த സൂழ்நிலை ഈ രീതിയിൽ പോയിട്ടുള്ള ചിലരെങ്കിലും ഇവിടെ ഉണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗതസമന വഴി പോയവർ. നിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ. അവിടെ രണ്ട് വേദന, രണ്ട് സുവിശേഷം പറയുന്നു. ഒന്ന് പ്രാണവേദന, രണ്ട് മരണവേദന. ആമേൻ. ചങ്ക് പൊടിഞ്ഞ, ചങ്ക് തകർന്ന് മരണവേദന കൊണ്ട് കരഞ്ഞിട്ട് കണ്ണുനീര് വരാതെ പോയവർ ഇവിടെ ഇരിപ്പുണ്ട്. ആമേൻ. எனக்கு இறங்கி வந்து உங்களை தொட்டு தீர்க்க தரிசனம் அவங்ககிட்ட பேசணும்னு உண்டு. போயிருக்கிற ஆமேன். நெஞ்சு உடைஞ்சு போய் வந்து தொடக்கூடாதுன்னு நினைச்சேன். ஆனா கர்த்தர் சொன்னாரு, போ, அவளுக்கு ஒரு ஆறுதலா மாறட்டும். இன்னைக்கு ராத்திரி கெதசமனை போல் உள்ள வேதனைகள் என்னை கடந்து போன நாட்கள். யாரு எனக்கு ஒத்தாசை சொல்லி இல்லை என்று சொல்லி கர்த்தர் சொல்லுகிறார், இந்த வனாந்தரத்தில் உன்னை தனியே விட மாட்டேன். ஆமென். கர்த்தர் உன்னை ஆசீர்வதிப்பார். இதனுடைய ஆசீர்வாதத்தினுடைய ஆரம்பம். இன்னைக்கு ராத்திரி ஒரு புது அபிஷேகத்தினால் கர்த்தர் நிறைக்க போகிறார். செத்து போயிடலாம், மரித்து போயிடலாம், உயிரோடு இருக்க கூடாதுன்னு ஒரு தடவை இல்ல 3 தடவை நீ தீர்மானம் எடுத்த நாள். ഉണ്മയാമാ? ഇവളാരാന്ന് എനിക്കറിയില്ല. എന്നെയും ഒരുപക്ഷെ ഈ സഹോദരിക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഇന്നവൾ ജീവനോട് ഇരിക്കുന്ന ദൈവത്തിന്റെ കൃപയാ. வாழ்க்கையில் கெதசமனை போலுள்ள வேதனைகள் கடந்து போயவர் அந்த அம்மாவை தொடுமா? நீ போயிருக்கிற. ஆனா எல்லாரும் முன்னாடியும் அவன் ஒருவேளை அவனுக்கு அழுகுறதுக்கு இஷ்டம் இல்லாம இருக்கலாம். ஆனா கர்த்தர் சொல்லுகிறார், நீ போயிருக்கிற. இன்னைக்கு நீ உயிரோடு இருக்கிறது கர்த்தரின் கிருபை. உங்களுக்கு தெரியுமா அந்த கெதசமனையில் என்ன நடந்ததுன்னு? கூட யாரும் இல்ல. ஆனா அந்த சூழ்நிலையில நீ வேதனைப்பட்டு நீ அழுகும் போது உனக்கு தெரியாது, கெதசமனையில் ஒரு தூதன் இறங்கி, ഗതസമനിയിൽ അവൻ നിന്റെ കിടപ്പ് മുറിക്കകത്ത് നീ ഉറങ്ങിയ സ്ഥലത്ത് ഒരു ദൂതൻ ഇറങ്ങി. ഒരു ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി. ഒരു ദൂതൻ ഇറങ്ങി. അവൻ அநேகரை தொட்டு பேசும்படியாக கர்த்தர் என்னோடு பேசிக்கொண்டிருக்கிறார். தீர்க்க தரிசனமாக கர்த்தர் பேசிக்கொண்டிருக்கிறார்.
നീ പോയി ഗതസമനെ കൂടെ. ആമേൻ. നിന്റെ സങ്കടങ്ങൾ പറയാൻ ആരുമില്ലാതെ നീ കരഞ്ഞ ദിവസങ്ങൾ, നിന്റെ തലകണയിൽ നിന്റെ കടക്കണ്ണിലൂടെ ഒഴുകിയ കണ്ണുനീരുകൊണ്ട് നിന്റെ തലകണ നനച്ച ദിവസങ്ങൾ. പക്ഷെ നിനക്ക് ബൈബിൾ അറിയാവുന്നതുകൊണ്ടും യേശുവിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും നീ പ്രാർത്ഥനയിൽ ശക്തമായി നിന്നു. പക്ഷേ നിന്റെ വീട്ടിൽ നീ അറിയാതെ ദൂതൻ ഇറങ്ങി. നിന്റെ വീട്ടിൽ നീ അറിയാതെ ദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേരോട് സർവശക്തനായ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓ ശബരാസ, യേശു കടന്നുപോയ 6ാമത്തെ സർക്കിളിലൂടെ നീ പോയിട്ടുണ്ട്. ആമേൻ. പക്ഷെ അവിടെ നീ തകർന്നു പോകാതിരിപ്പാൻ യേശു പോലും അറിയാതെ പറഞ്ഞില്ലേ, കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന്. ആമേൻ. യേശു പോലും അങ്ങനെ പറഞ്ഞെങ്കിൽ അഭിഷക്തനെ നമ്മളൊക്കെ എന്താ ഒന്നുമില്ല. പക്ഷെ നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ ആമേൻ വീഴാതിരിപ്പാനായിട്ട് ആ മുഴങ്കാല് കർത്താവിൻ്റെ മുമ്പിൽ മടങ്ങിക്കോണം. ഓ റബാസിഖനം താന. സമയമില്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോട്ടെ. 7ാമത്തെ സർക്കിൾ, ക്രോസ്, കാൽവറി ക്രൂശിൽ. ദൂതൻ ഇറങ്ങിയില്ല, പിതാവും കൈവിട്ടു. என் தேவனே ஏன் என்னை கைவிட்டீர் என்று கேட்கும் பொழுது பிதா புத்திரனை கைவிட்டார். ஆமென். சிலுவையில பார், ஒரு கேள்வி மட்டும் எனக்கு கேட்கணுங்க. இந்த பிரசங்கம் அப்படி நீட்ட முடியாது. எனக்கு ஆசீர்வாதமான ஒரு பெரிய காரியம் உங்களுக்கு சொல்ல வேண்டியிருக்கு. அதில் வரணும் எனக்கு அந்த ஆவிக்குரிய காரியம். எல்லாரும் ஓடிட்டாங்க. இந்த சிலுவைக்கு சிவட்டில் பாருங்க 4 பேர் நிற்கிறாங்க. 1 மக்தலேனா மரியா, 2 கிளையோப்பாவினுடைய மனைவியான மரியா, 3 இயேசுவின் அம்மாள் மரியா. அது இல்லாமல் இன்னொரு ஆள் நிற்கிறார், யோவான். ஒரு நிமிடம், யோவான் கிட்ட நான் கேட்க போறேன். எனக்கு அதை கேட்க எனக்கு முடியாது, அதனால கேட்கணும். இன்னைக்கு ராத்திரி நீங்க அந்த பிரசங்க கேட்கணும். யோவானே, எல்லாரும் ஓடிட்டாங்க, ஏன் நீ மட்டும் நிக்கிற? எல்லாரும் பயந்து போய் ஓடிட்டாங்க. ஊர் முழுவதும் அவசர திட்டம். இயேசு கூட உள்ளவன்னு சொன்னா கைது பண்ண போலீஸ் ரெடி. அந்த நேரத்தில் சிலுவைக்கு சூட்டில் ആ സമയത്ത് ക്രൂശിന്റെ ചവിട്ടിൽ ആര് നിൽക്കുന്നു? യോഹന്നാൻ. നമുക്ക് ചോദിക്കാം, യോഹന്നാനെ, എന്റെ പ്രസംഗ ചിന്തയാ, യോഹന്നാനെ നീ എന്താ, എല്ലാവരും ഓടിപ്പോയല്ലോ, നീ എന്താ നിൽക്കുന്നേ? അപ്പൊ യോഹന്നാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല. 3 കൊല്ലം ആ ചങ്കിലാ ഞാൻ ചാരി കിടന്ന്, ഞാൻ പോകത്തില്ല. എന്താ നീ പോകാത്ത? അവൻ പറയാ, മരിക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് പറയാതെ യേശു മരിക്കില്ല. ഓ ഇതാണ് പ്രത്യാശ. அவன் எதிர்பார்க்கிறான், சாகிறதுக்கு முன்னால என்கிட்ட பேசுவான். யோவானே, உனக்கு விசுவாசம் உண்டா? நான் விசுவாசிக்கிறேன். என்கிட்ட பேசாம சாக மாட்டாரு. என்கிட்ட பேசாம நீ சொல்லு, இன்னைக்கு ராத்திரி சொல்லு. எனக்கு ஒரு செய்தி சொல்லாம, என்னை ஆசீர்வதிக்காம இந்த மீட்டிங் முடியாது. எனக்கு வேணப்பா, எனக்கு வேணும் ஒரு ஆசீர்வாதம். இந்த மீட்டிங் முடியதுக்கு முன்னால ஆபிரகாம் சொல்லி, எனக்கு வேணும் ஒரு ஆசீர்வாதம். என்கிட்ட பேசு ராஜா, என்கிட்ட பேசு, என்கிட்ட பேசு, என்னோட சம்சாரிக்கணுமே. விசுவாசிக்கிறியா? இன்னைக்கு ராத்திரி கர்த்தர் உங்ககிட்ட பேசுவார். உனக்கு ஆறுதலாக அவர் வருகிறார். யாரோ உன்கிட்ட நிக்கிறது போல உனக்கு தோணுதா? உன் தோளில் யாரோ தட்டுறது போல உனக்கு தோணுதா?
ஏசப்பா கிட்ட வந்திருக்கிறார், உனக்கு கிட்ட நிற்கிறார். அவர் விசுவாசத்தோட உன் தோளில் அவர் தட்டி சொல்றார், நான் நிற்கிறேன் உன் கூட. இன்னைக்கு ராத்திரி உன்னை ஆசீர்வதிக்காம நான் திருப்பி உன்னை அனுப்ப மாட்டேன்னு சொல்றார். எத்தனை பேர் இந்த வார்த்தைகளை அது உண்மையாக ஏற்றெடுத்து எத்தனை பேர் கர்த்தர் பாதத்தில் இன்னைக்கு ராத்திரி விழுவீங்க? கர்த்தர் என்னோடு பேசுறார், அவர் என்னோடு பேசுறார். இல்ல இந்த 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 மீட்டிங்ல நீங்க உட்கார்ந்து இருக்கும்போது ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കാം. ആരോടെങ്കിലും ഒക്കെ ദൈവം സംസാരിക്കും. എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ ഉണ്മയാക നമ്പുறேன். இன்னைக்கு ராத்திரி இந்த கூட்டத்தில் சில பேர்கிட்ட கர்த்தர் நேரடியா பேச ஆரம்பிக்கிறார். நான் சொல்ற வார்த்தையெல்லாம் உங்களோடு கர்த்தர் நேரடியா பேசுவார். somebody standing. கர்த்தர் அம்மா உங்ககிட்ட பேசுறது கர்த்தர் இப்ப பேசிக்கொண்டிருக்கிறார். ஆராதிக்கிற நடக்கிற நடையில் சிலரோடு தெய்வம் சம்சாரிக்கும், சிலரோடு தெய்வம் சம்சாரிக்கும், சிஸ்டரோடு தெய்வம் சம்சாரிக்கும், சகோதரோடு தெய்வம் சம்சாரிக்கும். ஆமென். கர்த்தருடைய தாசனே தெய்வம் சம்சாரிக்கும். இந்த ராத்திரியில என்கிட்ட பேசாம இந்த மீட்டிங் முடியாது. இந்த மீட்டிங் முடியறதுக்கு முன்னாடி அவர் என்னோடு பேசுவார். എന്നോട് ഇപ്പോൾ ദൈവം സംസാരിക്കുന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിങ്ങളോട് ഞാൻ പറയുന്നതല്ല, നിങ്ങളോട് ദൈവം ഇടപെടുന്നുണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരിനകത്തുണ്ട്? എന്നോട് ദൈവം സംസാരിക്കുന്നു. வரப்போற நன்மைகளை குறித்து கர்த்தர் பேசுகிறார். வரப்போற ஊழியத்தை குறித்து கர்த்தர் பேசுகிறார். உன்னை கர்த்தர் எப்படி உபயோகிக்க போறார் கர்த்தர் பேசுகிறார். என்னோடு கர்த்தர் பேசுகிறார். என்னோடு ஆமென். ஒரு நிமிடம் அப்படியே நில்லுங்க. எதிர்பார்த்து கொண்ட யோவான் சிலுவைக்கு ക്രൂശിന്റെ ചവിട്ടിൽ നിൽക്കുമ്പോൾ യേശു കണ്ണു തുറന്നു. കമോൺ, സിലുവയിലെ വേദന കൊണ്ട് പിടയുന്ന യേശു കണ്ണു തുറന്നിട്ട് താഴോട്ട് നോക്കി വിളിച്ചു, യോവാനേ. இதுதான் நான் எதிர்பார்த்தேன். என் பேர் அவர் கூப்பிடுவார், என் பேர் அவருக்கு தெரியும், என்ன பேர் அவர் அறியா. உன் பேர் அவனுக்கு தெரியும். அம்மா, உன் பேர் அவனுக்கு தெரியும். നിന്റെ പേര് യേശുവിന് അറിയാം. നിന്നെ വിളിക്കവൻ വിളിച്ചു, യോവാനേ. ഓടി വന്ന நான் நிக்கிறேன். உடனே கர்த்தர் பேச ஆரம்பிச்சார். அந்த வேதனையின் வேதனைയുടെ നടുവിലും ദൈവം സംസാരിക്കുന്നു. சொல்றேன், யோவானே, இதோ நான் நிக்கிறேன், இதா நிന്റെ அம்மா. நீங்க கேட்பீங்க, பின்னாடி எழுந்து நின்று அம்மா எந்த நின்னுமா? ஆமா, எழுந்துட்டு அப்படின்னு இல்லை. கர்த்தர் உங்கள்கிட்ட பேசியிருக்கேன், அது வரப்போகுது. ஆமென். ഇത് ചിലർ ചോദിക്കുന്നത്, ഇത് എന്ത് വലിയ ദൂത്, ഇതാ നിന്റെ என்ன அர்த்தம்? நேற்றைக்கு வரைக்கும் இந்த பூமியில் எனக்கு சொந்தமாக இருந்தது ஒன்னே தான், அம்மா. என் சொந்தமாக இருந்த என்னுடைய சொந்தத்தை நான் உனக்கு தரேன். എനിക്ക് இந்த ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമാണെന്ന് പറയാൻ 9 മാസം ചുമന്ന ഉദരം മാത്രമേ ഉള്ളൂ. அது எனக்கு இங்க ஹெட் ஆஃபீஸ் இல்லை, 10 ஏக்கர் பரம்பெல்லாம் கிடையாது உனக்கு கொடுக்கிறதுக்கு. நான் ஒன்றும் சம்பாதிக்கல. 33 வருஷம் இங்க இருந்து ஊழியம் செய்தேன். ஒன்றும் எனக்கு இருக்கிறது அம்மா. கர்த்தர் சொன்ன, அது நான் உனக்கு. 2, அந்த மடியில நான் படுத்தேன். ஆனா இன்னையிலிருந்து அந்த மடியில நான் படுத்த இடத்துல நீ படுப்ப. இன்னைக்கு ராத்திரி எந்திரிச்சு நிக்கிற உனக்கு கர்த்தர் என்ன தரப்படுறன்னு நினைச்ச, என்ன கொடுக்க போறான்னு நினைச்ச. അവൻ യേശു പറയാണ്, ഞാൻ അനുഭവിച്ച അമ്മയുടെ സ്നേഹം ഇനി ഇന്നു മുതൽ നീ അനുഭവിക്കും. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനി അതിന് വേറൊരർത്ഥമുണ്ട്. ആമേൻ. ഇന്നു മുതൽ നീ ഞാനാകുന്നു. കമോൺ കമോൺ, എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇന്നയിലെ ഇരുന്ന് നീ ഞാനാണ്, ഞാൻ ചെയ്തതെല്ലാം നീ ചെയ്യും. ഓ കമോൺ കമോൺ. இன்னைக்கு ராத்திரி என்ன கர்த்தர் பேசி இருக்கிறார்?
என்ன கர்த்தர் பேசி இருக்கிறவங்க யோவானுக்கு பதிலா இயேசு என்ன இந்த பூமியில செய்தார், அதெல்லாம் நீ செய்ய போற. The power is starting. The power is ascending. ദൈവത്തിന്റെ തീ കത്തുന്നു. അഗ്നി അഭിഷേകം ഇറങ്ങരുത്. അഗ്നി അഭിഷേകം ഇറങ്ങരുത്. എത്ര പേർ ഉണ്മയാകവേ ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ ഇത് തിരിച്ചറിഞ്ഞിട്ട് ആ അഭിഷേകത്തിൽ നിന്ന് വിട്ടുകൊടുക്കുന്നവർ എത്ര പേരുണ്ട്? ആ അഭിഷേകത്തിൽ നിന്ന് വിട്ടുകൊടുക്കുന്നവർ, ആ അഭിഷേകത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അത് മാത്രമല്ല, ആമേൻ, തിരിച്ച് അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഇനി ഈ ഭൂമിയിലുള്ള സകല യോഹന്നാനും നിന്റെ മകനാ. ആമേൻ. യോഹന്നാനോട് പറഞ്ഞെന്താ? ഈ ലോകത്തിലെ സകല മറിയമാരും നിന്റെ അമ്മയായിരിക്കും. എത്ര പേർക്ക് അതിന്റെ ആഴം പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. മകൻ നഷ്ടപ്പെട്ടു പോയി അമ്മമാർക്കെല്ലാം മകനെ കൊടുക്കുന്ന ദൈവം, അമ്മ നഷ്ടപ്പെട്ട എല്ലാ മക്കൾക്കും ആമേൻ ഹല്ലേലൂയ മക്കളെ കൊടുക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവ സാന്നിധ്യം, ആ അഭിഷേകത്തിന്റെ സാന്നിധ്യം, ആ ദൂതിന്റെ സാന്നിധ്യം, ആ വചനത്തിന്റെ രഹസ്യത്തിന്റെ സാന്നിധ്യം അത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. എല്ലാവരും കറങ്ങ. ഒറ്റ ദൂതും കൂടെ പറയണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. വായിച്ച വേദഭാഗം ഇന്നാണ് നമ്മൾ തൊടുന്നത്. ഇന്നലെ തുടങ്ങിയപ്പോൾ വായിച്ചത് ഇന്ന് തൊടുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഇത് എവിടെ എഴുതിയേക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 1:8. അപ്പോസ്തല പ്രവൃത്തികളിൽ 1:8 എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. 120 പേര് മർക്കോസിന്റെ മാളിക മുറിയിലോട്ട് പ്രാർത്ഥിക്കാൻ കയറുക. കർത്താവ് പറഞ്ഞു നിങ്ങളുടെ മേൽ എന്ത് വരും? പറ, പരിശുദ്ധാത്മാവ് വരും. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവ് വെള്ളമാണോ, തീയാണോ, കാറ്റാണോ, പച്ചയാണോ, ചുവപ്പാണോ എന്ന് ഈ 120 പേർക്കും അറിയത്തില്ല. ഒന്നും தெரியாது அவங்களுக்கு. அவங்க விசுவாசத்தோட அப்பர் ரூமில் மேமாடிக்கு ஏறுறாங்க. இல்லையா? കയറാൻ തുടങ്ങിയപ്പം അവർ പറഞ്ഞു ഏതായാലും നമ്മൾ കയറുകയല്ലേ, നമുക്കൊരു 3 വാഗ്ദത്തം എടുത്തുകൊണ്ട് കയറാം. യോവേൽ 2:28 അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ വാഗ്ദത്തം നമ്പർ 1. ലൂക്കോസ് 24:49 ആമേൻ. ഉയരത്തിലെ ശക്തി ധരിക്കുമ്പോൾ യെരൂശലേമിൽ പാർപ്പേൻ. 3 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് 3 വാഗ്ദത്തം. ആണ് ഇത് 3 ഒളിനാടയാ. ഇത് 3 പ്രവചനത്തിൻ്റെ ശബ്ദം, ഓഡിയോ. ആമേൻ. ഇവർ 3 ഓഡിയോയും കൊണ്ട് അതിനകത്തോട്ട് കയറി 10 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം അതിൻ്റെ വീഡിയോ ഇറങ്ങി വന്നു. ഇവർ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ ഓഡിയോ ഇങ്ങോട്ട് കയറി. ആമേൻ. ഞാൻ ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞേ? പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ട പ്രവചനത്തിൻ്റെ ദീർഘദർശനത്തിൻ്റെ ഓഡിയോ കൊണ്ടുവന്നിട്ടുള്ളവർ മാത്രം ഒന്ന് കൈപൊക്കിയാട്ടെ. പിടികിട്ടിയില്ല പാസ്റ്റർ അവർക്ക്. கர்த்தர் வந்து உங்ககிட்ட பேசியிருக்கல ஊழியக்கார நிமித்தமாக, பேசியிருக்கல தீர்க்கதரிசனம் பேசியிருக்கல, அது வந்து உங்க உள்ள இருக்குல்ல, சத்தமாக இருக்குல்ல, அதனுடைய பேர் தான் ஒளிநாட. அது கையில் இருக்கிறவங்க கரங்களை உயர்த்தி பிடிங்க. தெய்வம் என்னோட സംസാരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ ആമേൻ. இந்த ஓடியோவினுடைய வீடியோ நீ காண்கிற அளவுக்கு இந்த அபிஷேகம் உன் மேல வரும். இந்த அபிஷேகம் உன் மேல வரும். ஓடியோ நீ கையில வச்சிருக்கிறியா? அதனுடைய வீடியோ கர்த்தர் வெளிப்படுத்த போகிறார். ஆமென். ரபசுகரம்துனா. ஆமென். கர்த்தர் இயேசுவின் நாமத்தில் அந்த குடும்பத்தில் கர்த்தர் உனக்காக வைத்திருக்கிற பெரிய கனப்படுத்தல் அது வரப்போகிற நாட்கள் 2022 முடியறதுக்குள்ள உன்னை ஆமென் பரிகசித்தவங்க முன்னாடி உன்னை கனப்படுத்துகிற தேவனுடைய மகிமை வெளிப்படும். ஓடியோ எல்லாம் வீடியோயாய் மாறட்டும். அவை ஒளி நாடகங்கள் எல்லாம் அற்புதங்களாக மாறட்டும். ஆமென். ஒளி நாடகங்கள் அற்புதங்களாக மாறட்டும். ஆமென். அர்ப்பசகரம் தூஷபாலா ரகஜமடக சூரமந்தல் கௌஷால பசிகா. ஆமென். ഹല്ലേലൂയ. ആമേൻ. 1-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ
എന്ത്? വാഗ്ദത്തം. വാഗ്ദത്തം 2-ാമത്തെ അധ്യായത്തിൽ തീ ഇറങ്ങി. 2-ാം അധ്യായത്തിൽ എന്തിറങ്ങി? തീ ഇറങ്ങി. എങ്ങനെ ഇറങ്ങിയത്? കാണാപ്പാടം പറ. അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, ബാക്കി പറഞ്ഞോ, കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ഒരു മുഴക്കം. മുഴക്കം എവിടെയാ കേൾക്കുന്നേ? പറ, കൈ തൊട്ട് പറ. കാത്. അപ്പോൾ കാത് അഭിഷേകം പ്രാപിച്ചു. അപ്പോൾ കാത് അഭിഷേകം പ്രാപിച്ചു. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അപ്പോൾ അവർ ആ കാറ്റ് ശ്വസിച്ചു. അപ്പോൾ മൂക്ക് അഭിഷേകം പ്രാപിച്ചു. അതുകൊണ്ടാണ് അഭിഷേകം പ്രാപിച്ചവന്റെ മൂക്കിൽ കൂടെ പുക വരില്ല. ആമേൻ. പൊടി വരില്ല. എന്താ കാര്യം? അവന്റെ മൂക്ക് എന്ത് പറഞ്ഞു? പറ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അപ്പോൾ കണ്ടു. കണ്ണഭിഷേകം പ്രാപിച്ചു. സ്വത്രം പറ. അത് അവരുടെ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അപ്പോൾ ത്വക്കഭിഷേകം പ്രാപിച്ചു. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ നാക്കഭിഷേകം പ്രാപിച്ചു. ഐൻപുലങ്ങൾ, ആമേൻ, പഞ്ചേന്ദ്രിയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം അഭിഷേകം ചെയ്തു. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നു ഈ അഭിഷേകം എന്താന്ന് പറയാൻ പോവാ. ഇതിന്റെ ഗൗരവം, ഇതിന്റെ ആഴം. ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി ബ്രെയിനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി ബ്രെയിന്. ലോകത്തിലെ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: 1 ഹെഡ്, 2 ഹാർട്ട്, 3 ഹാൻഡ്. ആമേ. 1 ഹെഡ്, 2 ഹാർട്ട്, 3 ഹാൻഡ്. ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചെയ്കകൾ, ആമേ, പ്രവർത്തികൾ. ആമേ. ഹെഡ് എന്ന് പറഞ്ഞാൽ ചിന്തകൾ. ആമേൻ. ഹാർട്ട് എന്ന് പറഞ്ഞാൽ തീരുമാനം. ഈ 3 എയ്ച്ചും കൂടി ഒരുമിച്ച് വന്നാൽ 4-ാമത്തെ എയ്ച്ച് ഹെവൻ നിനക്ക് സ്വന്തമാ. ദൈവത്തെ സൂചാട്ടെ. ഈ 3 എയ്ച്ചും ഒരുമിച്ച് വന്നാൽ, ആമേൻ, അതിന് 1 എയ്ച്ച് അതിന് മുമ്പ് പറഞ്ഞു. അതിന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. ആമേൻ. ഹോളി സ്പിരിറ്റ് നിന്റെ ഹെഡിലും നിന്റെ ഹാർട്ടിലും നിന്റെ ഹാൻഡിലും വന്നാൽ 3 എയ്ച്ചിലോട്ട് ആ എയ്ച്ച് ഇറങ്ങിയാൽ 5-ാമത്തെ എയ്ച്ചായ ഹെവൻ നിനക്ക് സ്വന്തം. ആമേൻ. ആമേൻ. തേയില ഫാക്ടറിയിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷന്റെ പേരെന്താ? തേയില. കാപ്പി ഫാക്ടറിയിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷന്റെ പേരെന്താ? ആമേൻ. ടെക്സ്റ്റൈലിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷന്റെ പേരെന്താ? തുണി. അപ്പോൾ ബ്രെയിനകത്തു നിന്ന് വരുന്ന പ്രൊഡക്ഷന്റെ പേരെന്താ? ചിന്ത. എന്ത്? ചിന്ത. ഈ ചിന്ത തെറ്റിയാൽ ആത്മഹത്യ നടക്കും. ഈ ചിന്ത തെറ്റുമ്പോഴാണ് വെട്ട് നടക്കുന്നത്. ഈ ചിന്ത തെറ്റിയാൽ ചാവേർ ബോംബാകും. ഈ ചിന്ത തെറ്റിയാൽ നീ തീവ്രവാദിയാകും. ഈ ചിന്ത തെറ്റുമ്പോഴാണ് രാത്രി ഒളിച്ചോടുന്നത്. ആമേൻ. കറുത്ത നൂലിട്ടാൽ ഏത് തുണി പുറത്തു വരും? കറുത്ത നൂല് ഫാക്ടറിക്കകത്തോട്ട് കയറിയാൽ ഏത് തുണി പുറത്തു വരും? കറുത്ത തുണിയെ വരത്തുള്ളൂ. നീ അങ്ങോട്ടിടുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ, ആമേൻ, മൂലപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അസംസ്കൃത സാധനം ഏതാണോ അതനുസരിച്ചായിരിക്കും പ്രൊഡക്ഷൻ വരുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞേ? അപ്പൊ ഈ അസംസ്കൃത സാധനം ബ്രെയിൻ എന്ന് പറഞ്ഞ ഫാക്ടറിലോട്ട് കൊണ്ടുപോകുന്ന 5 ലോറിയുണ്ട്. അത് ഒരു ലോറിയുടെ പേരാണ് കണ്ണ് ലോറി, 2 ചെവി ലോറി, 3 മൂക്ക് ലോറി, 4 ത്വക്ക് ലോറി, 5 നാക്ക് ലോറി. ഈ ലോറിയിലാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എവിടെ നിന്ന് വരുന്ന പാസ്റ്റർ? അതാണ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ആമേൻ, ട്വിറ്റർ, ആമേൻ, വാട്സാപ്പ്, ടെലിവിഷൻ. ഈ സൈസിനകത്തു നിന്നാണ് ഈ ലോഡ് പോകുന്നത്. ഈ ഫാക്ടറിയിൽ കറുത്തതുമുണ്ട് വെളുത്തതുമുണ്ട്. നിന്റെ ബ്രെയിനകത്ത് നീ ഏത് കൊണ്ടുപോകുന്നോ അതനുസരിച്ചിരിക്കും നിന്റെ ചിന്ത. ആമേൻ. ആമേൻ. രാത്രി മുഴുവൻ നീ കറുത്ത നൂലിട്ട് പിന്നിക്കൊണ്ടിരുന്നാൽ രാവിലെ നീ ഒരു കറുത്ത നൂലെ തൂങ്ങിക്കിടക്കും ഫാനയിൽ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാ, ഇത് എൻ്റെ യേശുവൻ അറിയാവുന്ന കൊണ്ട് ഈ ലോഡ് കയറിപ്പോകുന്ന 5 വണ്ടികൾ, അതായത് ഐൻപുലങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അവൻ അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, അഭിഷേകമുള്ളവന്റെ വണ്ടിയിൽ അഴുക്ക് സാധനം ലോഡ് കയറത്തില്ല. നീ അഭിഷേകം പ്രാപിച്ചാൽ இந்த 5 புலங்களான வண்டியில ബ്രെയിനുக்கு மோசமான லோடு போகாது. ഏത് മൊബൈലിനകത്ത് നീ കയറിയാലോ ഏത് കമ്പ്യൂട്ടറിൽ കയറിയാലോ അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ നിന്റെ തലച്ചോറിനകത്തേക്ക് വേറെ ഒരു ലോഡും പോകില്ല. പാസ്റ്റർ അഭിഷേകം ഞാൻ ചോദിക്കുന്നു, ഈ അഭിഷേകം എവിടെ കൊണ്ട്? ഈ അഭിഷേകം എവിടെ കൊണ്ട്? பாஸ்டர் நீங்க சொல்லுங்க, இந்த அபிஷேகம் இருந்தா
അവൻ പാപം ചെയ്യുമോ? ഇതാണ് കർത്താവ് പറഞ്ഞ അഭിഷേകം. അല്ലാതെ ചിക്കാന്നിങ്ങനെ കൈയടിച്ച് പിന്നെ അത് കുറച്ച് സ്പീഡിൽ അങ്ങനെ അടിക്കുന്നൊന്നും അല്ല അഭിഷേകം. നിന്റെ പഞ്ചേന്ദ്രിയം, നിന്റെ നാക്ക് അഭിഷേകം പ്രാപിച്ചോ? നിന്റെ ചെവിയിൽ നിന്റെ ചെവി അഭിഷേകം പ്രാപിച്ചതാണെങ്കിൽ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം അടടി പിന്നെ പാടടി അതൊന്നും നീ കേൾക്കത്തില്ല. നിന്റെ ചെവി അഭിഷേകം പ്രാപിച്ചോ? നിന്റെ നാക്ക് അഭിഷേകം പ്രാപിച്ചോ? നിന്റെ കണ്ണ് അഭിഷേകം പ്രാപിച്ചോ? കുറവുകൾ ഉണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ ഇന്ന് രാത്രി ഇരിക്കുന്നിടത്തിരുന്ന് ആത്മാവിൽ പറ, കർത്താവേ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറ, എന്നെ ഞാൻ വിട്ടുതരുന്നു എന്ന് പറ. ഒന്നാമത്തെയായം അപ്പോസ്തലപ്രവൃത്തി ഒന്നാമത്തെയായം വാഗ്ദത്തം. രണ്ടാമത്തെയായം പറ, തീയിറങ്ങി. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടോ? ഒന്നിൽ വാഗ്ദത്തം, രണ്ടാമത്തെയായം തീയിറങ്ങി, മൂന്നാമത്തെയായം മുടന്തൻ നടന്നു. അപ്പൊ രണ്ടിൽ തീയിറങ്ങിയ മൂന്നിൽ ഇത് നടക്കും. പറ, രണ്ടിൽ തീയിറങ്ങിയ മൂന്നിൽ അത്ഭുതം. മുടന്തൻ നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി തൊടുന്നിടത്തുക, നീ പറയുന്നിടത്ത് അവൻ செய்யறதெல்லாம் வாய்க்கும். അവൻ சொன்ன വായിക്കും, അവൻ ഉപവസിച്ച വായിക്കും. നീ പറഞ്ഞ നടക്കും, നീ ഉപവസിച്ച നടക്കും. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ മ്യൂസിക് ടീം പോകുന്നത് ആള് മാറി വേണം പോകാൻ. ഞാൻ നിങ്ങളോട് പറയാം, അടുത്ത സ്ഥലത്ത് നിങ്ങൾ ചെന്ന് പാട്ട് പാടുമ്പോൾ പ്രസംഗിക്കുന്ന ആൾക്ക് പ്രസംഗിക്കാൻ പറ്റരുത്. അപ്പം നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാന്ന്? പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജനം ആത്മാവിലായി, പാപികൾ മാനസാന്തരപ്പെടുന്നു, ഭൂതങ്ങൾ ഇളകുന്നു. സ്പർജൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സാങ്കെ പാടിക്കൊണ്ടിരുന്നപ്പോൾ സ്പർജന് പ്രസംഗിക്കാൻ പറ്റിയില്ല. സ്പർജൻ പറഞ്ഞു കണ്ടിന്യൂ എന്ന് പറഞ്ഞു. സാങ്കെ പാടിക്കൊണ്ടേയിരുന്നു, ജനം മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇന്ത്യയിൽ അത് നടക്കാൻ പോവാ, കേരളത്തിൽ നടക്കാൻ പോവാ. അഭിഷേകത്തിന്റെ വ്യാപാരമുണ്ടായാൽ, ദൈവാത്മാവിന്റെ വ്യാപാരമുണ്ടായാൽ ഇന്ന് രാത്രി ഇതിനകത്ത് ജീവിതത്തിൽ ഇന്ന് രാത്രി പ്രസംഗം കേട്ടോണ്ടിരുന്നപ്പോൾ ഹെഡ്, ഹാർട്ട്, ഹാൻഡ്, ഹോളി സ്പിരിറ്റ്, ഹെവൻ ഇതൊക്കെ കേട്ടോണ്ടിരുന്നപ്പോൾ ഈ നമ്മുടെ ഇടയിലുള്ള പ്രശ്നം, പാപിയാണെങ്കിലും സമ്മതിക്കാൻ മടിയാ. കപടമുഖം പാടില്ല. അതുകൊണ്ട് നിങ്ങൾ കള്ളു കുടിച്ചെന്നോ നിങ്ങൾ കൊലപാതകം ചെയ്യുന്നല്ല. കർത്താവേ, ഇന്ന് ഞാൻ അഭിഷേകത്തിന് വിട്ടുകൊടുക്കുന്നു ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇന്ന് ഞാൻ ആ അഭിഷേകത്തിന് എന്നെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളവർ പ്രാർത്ഥന ആരംഭിച്ചില്ല, ഞാൻ പറയാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ കൈയൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ. ഞാൻ ആ അഭിഷേകത്തിന് വിട്ടുകൊടുക്കുന്നു. ഇവിടെ കേട്ട പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകത്തിന് എന്നെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളവർ, ഗോഡ് ബ്ലസ് യു അമ്മ, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആ കയ്യെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആ കയ്യെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആ കൈകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആ കയ്യെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആ കൈകളെ, ആ പുറകിൽ കരമുറുത്തിയ ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആ പിതാവിനെ, ആ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, അവസാനം പ്രാർത്ഥിക്കാം. ആമേൻ. അപ്പോൾ ഒന്നാമത്തെയായും വാഗ്ദത്തം, രണ്ടാമത്തെയായും തീയിറങ്ങി, അയിൻപുലങ്ങൾ അഭിഷേകം ചെയ്തു. പഞ്ചേന്ദ്രിയ അഭിഷേകം ചെയ്തു. മൂന്നാമത്തെയായത്തിൽ അത്ഭുതം തുടങ്ങി. നാലാമത്തെയായത്തിൽ അടി തുടങ്ങി. ദേവദാസനെ ഒറ്റ വാക്യം മാത്രം എടുത്തു. അപ്പോസ്തലപ്രവൃത്തി 4:33. നാലാമത്തെയായത്തിൽ എന്ത് തുടങ്ങി? പറ, അടി തുടങ്ങി. എന്ത് തുടങ്ങി? ഒന്നിൽ വാഗ്ദത്തം, രണ്ടിൽ തീയിറങ്ങി, മൂന്നിൽ അത്ഭുതം തുടങ്ങി, നാലിൽ എന്ത് തുടങ്ങി? അടി തുടങ്ങി. ഇപ്പൊ ചിലർ പറയുന്നു, ഇതാ പാസ്റ്റർ നാങ്ക ഇതൊക്കെല്ലാം നാങ്ക ഒന്നുക്ക് പോക മാട്ടോ, എங்களுக்கு தெரியும் கொஞ்சம் கழிச்சு அடி தொடங்கும். 4:33 അപ്പോസ്തലന്മാർ മഹാശക്തിയോട് കർത്താവായ യേശു, അല്ല നമുക്ക് ആ മഹാശക്തി പറയാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരുമെന്നാ പറഞ്ഞേ? മൈക്ക് പറ. ശക്തി. മൈക്ക് പറഞ്ഞു, ശക്തി. അപ്പോൾ അടി തുടങ്ങിയപ്പോ എന്തുവായത്? മഹാശക്തി. അതാ നമ്മുടെ വിഷയം. ആദ്യം നമുക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോ എന്താ ഉള്ളായിരുന്നു? ശക്തി ഉള്ളായിരുന്നു. അടി തുടങ്ങിയപ്പോ കർത്താവ് എന്താക്കി? അത് മഹാശക്തിയാക്കി. സൂപ്പർ. അടി നിർത്തിയില്ല. അവൻ നമ്മുടെ വയറ്റിലിട്ട് ഇടിക്കുമ്പോൾ അവന്റെ കൈ വേദന എടുക്കും. അവൻ നമ്മളിങ്ങനെ ഇടിക്കുമോ അവർ എന്നടാ ഇടിച്ചിട്ട് കൈ വലിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. அவன் கேட்குறான், உபதேசி எவ்வளோ நல்லா இருக்கிறான், எவ்வளோ அழகாக இருக்கிறான். நீ வீடி വലിക്കുന്ന കള്ളു കുടിക്കുന്ന പൈസയ്ക്ക് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി തിന്നുന്നുണ്ടാ? ഹല്ലേലൂയ. ഒരുത്തൻ ബസ്സിനകത്തിരുന്നോണ്ട് ഞാൻ ഫ്രണ്ട് ഇരിക്കുന്നവൻ പുറകെ ഇരുന്നോണ്ട് പറയാണ് വയറ്റുപ്പഴപ്പിന് നടക്കുകയാണ്. എന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നിനക്കൊരു അക്ഷരത്തെറ്റുണ്ട്. വയറ്റുപ്പഴപ്പല്ല, നിന്റെ വയറ്റിലെ പഴുപ്പ് പോകാൻ നടക്കുക ഞങ്ങൾ. ഇതൊക്കെ മറുപടി പറഞ്ഞ് ശരിയാകും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ.
സ്തോത്രം പറഞ്ഞോട്ടെ, നന്ദിയോടെ ദൈവത്തെ സൂചിച്ചാട്ടെ. ആമേൻ, ആമേൻ. 5-ാം അധ്യായം. ആമേൻ. 1-ൽ വാഗ്ദത്തം, 2-ൽ തീ ഇറങ്ങി, 3-ൽ അത്ഭുതം തുടങ്ങി, 4-ൽ അടി തുടങ്ങി, 5-ാം അധ്യായം സഭയ്ക്കകത്ത് ദശാംശം കട്ടെടുക്കുന്ന അനന്യാസ സഫീർ എഴുന്നേറ്റ്. ഇതിനെക്കുറിച്ച് പറയണോ പക്ഷേ? വേണ്ടല്ലേ, നല്ലൊരു ദിവസം ആയിക്കൊണ്ട്. ആമേൻ. എല്ലാ സമയത്തും വന്നിട്ടുണ്ടല്ലോ ആൾക്കാരല്ലേ, എങ്കിൽ പറയാം. 4-ാമത്തെ അധ്യായത്തിൽ പ്രതികൂലം വന്നപ്പം ദൈവം മഹാശക്തി കൊടുത്തെന്ന് വിചാരിച്ച് ഈ 5-ാം അധ്യായത്തിൽ ദശാംശം കട്ടെടുത്തവരും വിചാരിച്ച് കട്ടെടുത്ത മഹാശക്തി കിട്ടുമെന്ന്. പുറത്ത് നിന്ന് തല്ലാൻ വരുന്നവരെ ദൈവം തിരിച്ചു തല്ലാത്തത് നാളെ അവൻ രക്ഷിക്കപ്പെടാനുള്ളതുകൊണ്ടാണ്. എന്നാൽ അകത്ത് കയറി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടേച്ച് കട്ടെടുത്താലുണ്ടല്ലോ, ഒറ്റ വാക്യം പറയാൻ, ദൈവം കുഴിച്ചിടും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അത്രയും പറഞ്ഞ് ഞാൻ വിടാം. സ്തോത്രം. ആമേൻ. 4-ാം അധ്യായത്തിൽ പുറത്തു പ്രതികൂലം, 5-ാം അധ്യായത്തിൽ അകത്തു പ്രതികൂലം, 6-ാം അധ്യായത്തിൽ ദൈവം സ്തേഫാനോസിനെ ഇറക്കി. ആമേൻ. സഭയിൽ എപ്പോൾ പ്രശ്നമുണ്ടാകും, തമ്പുരാൻ തന്റെ വിശുദ്ധന്മാരെ ഇറക്കും, അപ്പോസ്തലന്മാരെ ഇറക്കും. കോവിഡ് കഴിഞ്ഞു ക്ഷീണിച്ചിരിക്കുന്ന സഭകളെ എല്ലാം തമ്പുരാൻ ബലപ്പെടുത്താൻ വേണ്ടി തന്റെ ഭക്തന്മാരെ അവിടെ ഇവിടെയായി കർത്താവ് എഴുന്നേൽപ്പിക്കുകയാ. ആമേൻ, ആമേൻ. അപ്പൊ 6-ൽ ആരിറങ്ങി? എന്റെ കൂടെ നിൽക്ക്. ആമേൻ. നമുക്കൊന്ന് തുള്ളിച്ചാടി ആരാധിക്കണം. 6-ൽ ആരിറങ്ങി? സ്തേഫാനോസ് ഇറങ്ങി. അപ്പോൾ 7-ൽ പിശാച് അടിയന്തര യോഗം കൂട്ടി പറഞ്ഞു, സഭയ്ക്കകത്ത് സ്തേഫാനോസ് ഇറങ്ങിയിട്ടുണ്ട്. സഭയിൽ ആരിറങ്ങിയിട്ടുണ്ട്? സ്തേഫാനോസ്. നമുക്ക് അതിന് കട്ട നിൽക്കുന്ന ആളിനെ ഇപ്പുറത്ത് ഇറക്കണം. പറഞ്ഞു, തർസോസുകാരൻ ശൗൽ എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്, ആൾ മുടുക്കനാണ്, അവനെ ഇറക്കാന്ന് പറഞ്ഞു. 7-ൽ ആരെ ഇറക്കി? ശൗലിനെ അവരിറക്കി. പിശാച് ശൗലിനെ ഇറക്കി, യേശു സ്തേഫാനോസിനെ ഇറക്കി. മീഖായേൽ എന്ന് പറയുന്ന ദൂതൻ, ബൈബിളൊന്നും എഴുതിയിട്ടില്ല, ഇത് ഞാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു വെളിപ്പാടി പറയാം. മീഖായേൽ എന്ന് പറയുന്ന ദൂതൻ കർത്താവിനോട് പറഞ്ഞു, വെട്ടിയേക്കട്ടെ ചോദിച്ചവനെ. അവനെ ആരെ? ശൗലിനെ വെട്ടിയേക്കട്ടെ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, വെട്ടരുത്. എന്താ? കളി കാണട്ടെ, കളി എങ്ങനെ ഉണ്ടെന്ന് കാണട്ടെ. 6-ലും 7-ലും സൂപ്പർ കളി. ആര് തമ്മിൽ? സ്തേഫാനോസും ശൗലും. കളി സൂപ്പറായപ്പോൾ 7-ാം അധ്യായം 55-ാം വാക്യം, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന്. അപ്പോൾ ദൂതന്മാർ, എൻ്റെ ചിന്തയാണ്, കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ അന്നേരെ പറഞ്ഞില്ല അവനെ കൊല്ലാമെന്ന്. കർത്താവ് പറഞ്ഞു, കൊല്ലരുത്, അവൻ സൂപ്പർ കളിയാ. ആമേൻ. പറഞ്ഞു, സ്തേഫാനോസിനെ കൊന്നില്ലേ, പേടിക്കണ്ട, 9-ാം അധ്യായത്തിൽ അവൻ നമ്മുടെ കോർട്ടിൽ കളിക്കും. 9-ാം അധ്യായത്തിൽ അവൻ നമ്മുടെ കോർട്ടിൽ കളിക്കും. ആമേൻ. ദൈവത്തിന്റെ ദാസന്മാരെ ഉപദ്രവിക്കുന്ന ആരാധനാലയങ്ങൾ കത്തിക്കുന്നവരെ തമ്പുരാൻ ആമേൻ ഇങ്ങനെ നിർത്തിയിരിക്കുക. അടുത്ത നാളുകൾ അവർ നമ്മുടെ കോർട്ടിൽ ഇറങ്ങും. ആമേൻ. അവർ ബൈബിൾ എടുക്കാൻ പോവാ, അവര് പ്രസംഗിക്കാൻ പോവാ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ആമേൻ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും സങ്കടമായി. സ്തേഫാനോസിനെ കൊന്നു എന്ന് പറഞ്ഞു. 6-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ, 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കൊന്നു. എൻ്റെ കൂടെ നിൽക്കും നിങ്ങൾ. കർത്താവ് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട. 8-ൽ മന്ത്രിയെ പൊക്കി. 8-ൽ അപ്പോസ്തലപ്രവൃത്തി 8-ൽ മന്ത്രിയെ പൊക്കി. മന്ത്രി, ഭക്ഷ്യവകുപ്പ് മന്ത്രി, കന്ദകരാജ്ഞിയുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ പൊക്കി. 9-ൽ ശൗലിനെ പൊക്കി. 10-ൽ കൊർന്നല്യോസിനെ പൊക്കി. 11-ൽ ബർന്നബാസിനെ പൊക്കി. 12-ൽ ഹേരോദാവിനെ തട്ടി. പൊക്കേണ്ടതിനെ ദൈവം പൊക്കിയിരിക്കും, തട്ടേണ്ടതിനെ തട്ടിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ വ്യാപാരം ദേശത്ത്, ഇന്ത്യ മുഴുവൻ, ഭാരതം മുഴുവൻ, 28 സ്റ്റേറ്റില് 140 കോടി ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞവരെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. എൻ്റെ കൂടെ എത്ര പേരുണ്ട്? എൻ്റെ കൂടെ എത്ര പേരുണ്ട്? എഴുതിയിട്ടോ, നിങ്ങൾ എഴുതിയിട്ടോ. വരുന്ന നാളുകളിൽ MP-മാർ, ആമേൻ, MLA-മാർ, ആമേൻ, സ്തോത്രം, IAS ഓഫീസർമാർ, IPS ഓഫീസർമാർ, കേരളത്തിലെ വമ്പന്മാർ, കേന്ദ്രത്തിലെ വമ്പന്മാർ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക.
പാർലമെന്റിനകത്ത് രാജ്യസഭയില് ആത്മാവിൽ ആരാധിക്കുന്നവർ കയറാൻ പോവാ. കേരള നിയമസഭയ്ക്കകത്ത് ആത്മാവിൽ ആരാധിക്കുന്നവരെ ദൈവം കൊണ്ടുവരാൻ പോവുക. ഇന്ന് രാത്രി എന്റെ കൂടെ എത്ര പേരുണ്ട്? അവർ ചാടി എഴുന്നേൽക്ക്. ഈ ദൂതുകൾ വിശ്വസിക്കുന്നവർ ഇരിക്കുന്നിടത്ത് ചാടി എഴുന്നേൽക്ക്. അവൻ മന്ത്രിമാർ, MLA-മാർ, MP-മാരൊക്കെ എഴുന്നേൽക്കാൻ പോകുക. കേരളം ഇളകി മറിയുന്ന ദിവസങ്ങൾ, ഇന്ത്യ മുഴുവൻ അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി മാറാൻ പോകുക. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ കരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും ചലിക്കട്ടെ. എല്ലാ കരങ്ങളും ശക്തിയോടെ ഓ റബസികമനദരസ്യകമ അർപജംദൽ കൗഡ ഭവന വക്ഷഗാദരസിമാന രഗജാമന റംദൽ കൗശലവസേഖ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊടുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊടുന്നു. എനിക്ക് വേണം ഈ അഭിഷേകം. ഇന്ത്യയെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകം, കേരളത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകം, ഉന്നതന്മാരെ കർത്താവിന് വേണ്ടി വേർതിരിക്കുന്ന അഭിഷേകം. അവർ റമസൂരമം ദേവനാ ശേഖരം ദാ അർക്കജാമന രഗടക സേബലാം ദുരാബവ. ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ വേണ്ടി മുൻപോട്ട് വരേണ്ട സമയമാണ്. വാളണ്ടിയേഴ്സ് ചിലർ വന്ന ഫ്രണ്ടിലെ കുറെ കസേരകളൊക്കെ ഒന്ന് മാറ്റിയാട്ടെ. വേഗത്തിൽ അവിടെ ഇരിക്കുന്നവർ തന്നെ ബൈബിള് ചേർത്ത് മാറിയാട്ടെ. അവൻ സ്തോത്രം. കസേരകൾ എടുത്ത് വെളിക്കൊണ്ടിട്ട് മക്കളെ വെളിയിലോട്ടിട്ടാണ്. ശക്തമായി ആരാധന വെളിപ്പെടാൻ. വാളണ്ടിയേഴ്സ് പ്ലീസ് കം ഫോർവേഡ്. ആമേൻ. ശക്തമായി ആരാധന വെളിപ്പെടട്ടെ. യേശുവിന്റെ കരം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ജീവിതങ്ങളെ തൊടട്ടെ. ആമേൻ. ഓ റബസേഖമരം ഭൂഷമ നമസേഖ. ശക്തമായി ഓ റമം ഭീമന സേഖരം ഭൂഷമ നമസ്കേമന അർക്കജംബമ വശലമസീഖമാരമ അടഗന മൗഢ ഭമന. ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാ തുറന്ന്